കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി എന്നെപ്പറ്റി പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് മീഡിയയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, ഇലക്ട്രോണിക് മീഡിയയിലാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറയാത്ത കാര്യങ്ങളും പലരും കൊടുത്തു, ഞാൻ അറിയാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു മാധ്യമത്തോടും ഞാൻ മത്സരിക്കുന്നുവെന്ന് ഇതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോടും ഞാൻ മത്സരിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആമുഖമായി പറയുകയാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ സംസാരിച്ചല്ല ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നു എന്ന് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ദേശാഭിമാനിയോട് ചിലർ കൊടുത്തിരിക്കുക. ദേശാഭിമാനി പിന്നെ എൻ്റെ വാർത്തകൾ പൊതുവെ കൊടുക്കാറില്ല. ഇത് മാത്രമല്ല, ഇതിനൊട്ടും കൊടുക്കില്ല, ഒന്നും കൊടുക്കാറില്ല എൻ്റെ വാർത്തകൾ. നല്ല കഷ്ടപ്പെട്ടു നമ്മൾ നിർമ്മിച്ച പെരുമ്പളം പാലത്തെ പറ്റി 5 വാർഡ് റിപ്പോർട്ട് ദേശാഭിമാനി വന്നു. ഒരിക്കൽ പോലും ഒരു G. സുധാകരൻ മരാമത്ത് മന്ത്രിയാണ് എന്നപ്പോൾ ആവിഷ്കരിച്ചതെന്ന് അവർ പറയാൻ തയ്യാറായിട്ടില്ല. നേരത്തെ അറിയാനാണ്. അതൊന്നും ആ റിപ്പോർട്ടർമാർ പാലിക്കുന്നില്ല. പത്രാധിപർ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് അവർ സ്വാഭാവികമായിട്ടും എന്നെപ്പറ്റി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുറേ കാലമായിട്ട് എൻ്റെ കാരണമാണ്. അപ്പോൾ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ പാർട്ടി നേതാക്കൾ ദൗത്യവുമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം. ഒരു ദൗത്യവുമായി ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. MI ബേബി എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംസാരിച്ചത്. അതിന് മുമ്പ് സംസാരിച്ചാൽ ഇന്നലെയാണ് സംസാരിച്ചത്. ഇവിടെ അദ്ദേഹം ഭാര്യ ഇവിടെ വന്ന് ഊണം കഴിച്ചിട്ട് പോയി. എന്നാലും ഒന്നും ഞങ്ങളിതൊന്നും സംസാരിച്ചില്ല. എന്നാലും ടെലിഫോണിൽ സംസാരിച്ചിട്ട് എനിക്കില്ല. അത് കഴിഞ്ഞാണ് നാസറുടെ നേതൃത്വത്തിൽ സുജാതയടക്കം അവർ 10-12 സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചന്ദ്രബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും വന്നത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പായിരിക്കണം സുജാതയും ഹരിശങ്കറും വന്നു. സുജാത എൻ്റെ ബന്ധുവാണ്, ഹരിശങ്കർ എൻ്റെ അരിന്തരയുടെ ഭർത്താവാണ്. അവർ രണ്ടും കൂടെ വന്നിരുന്നു. ഹരിശങ്കർ ഒന്നും സംസാരിച്ചില്ല. സുജാത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പോവുകയും ചെയ്തു. വേറെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്രചരണങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു ദൗത്യവുമായി ആരും വന്നിട്ടില്ല. ദൗത്യവുമായി വരേണ്ടതായ സാഹചര്യങ്ങളില്ല. ഞാൻ നേരത്തെ തന്നെ അറിയിച്ചു, 63 വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കാൻ പാർട്ടി മെമ്പറായതാണ് 15-ാമത്തെ വയസ്സ്. അതിൻ്റെ കാരണം സ്കൂളിൽ പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, അക്ഷര ശ്ലോകം, ഇതൊക്കെ ഞാൻ 1ാം സ്ഥാനം. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ബ്ലോക്കല്ല, NES ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പിന്നീട് മത്സരം അവിടെയൊക്കെ ഇത് തന്നെ ആവർത്തിച്ച് ജയിച്ചു. പിന്നെ ജില്ലാ കലോത്സവമാണ്, സ്റ്റേറ്റ് കലോത്സവം ഒന്നും സ്കൂളിലില്ല. അവിടെയും പ്രസംഗം, ഉപന്യാസ, അക്ഷര ശ്ലോകം. സ്പോർട്സിലൊന്നും ഞാൻ പ്രാവീണ്യം തെളിയിച്ചിട്ടില്ല. ഇതിലൊക്കെ വിജയിച്ചതുകൊണ്ട് പ്രദേശത്തുള്ള പാർട്ടി സഹകൾ, പ്രാദേശിക സഹകൾ എന്നെ പാർട്ടിയിലൊക്കെ കയറുന്നു. 18 വയസ്സായാലും ചേരാൻ പറ്റുമോ? പക്ഷെ ഭരണഘടന. പക്ഷേ എൻ്റെ 15 വയസ്സായപ്പോഴേ ചേർന്നു. വേറൊരു പാർട്ടിയിൽ പോകാതിരിക്കാൻ ചെയ്തായിരുന്നു. പിന്നെ 12 സ്കൂളിൽ പഠിക്കാൻ പോയി, മെമ്പർഷിപ്പൊക്കെ തുടർന്നു. പിന്നെ SN കോളേജ് 67 പഠിക്കാൻ പോയപ്പോഴാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകർ, പൂർണ്ണ സമയ പ്രവർത്തകർ 67 തുടങ്ങിയതാണ്. ഈ സ്റ്റേറ്റ് കമ്മിറ്റിയൊന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയാണ് 2002 വരെയുള്ള
കാലത്ത് ഞാൻ പൂർണ്ണസമയ പ്രവർത്തകനാണ്. ഇപ്പം പൂർണ്ണസമയ പ്രവർത്തകനല്ല. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ. ഈ വസ്തുതകൾ ചരിത്രപരമായി കൂട്ടി വായിക്കുന്നതിന് പകരം ചില വസ്തുതകൾ പറയുകയും ചിലത് പറയാതിരിക്കുകയും ചെയ്യുന്ന ആ രീതി കൊണ്ട് കുറേ പേരൊക്കെ തെറ്റായ ധാരണകളിലെത്തും. പക്ഷെ അറിയാവുന്നവർക്കാർക്കും ആ തെറ്റായ ധാരണ ഉണ്ടാവില്ല. ആരും നിർബന്ധിച്ചല്ല പാർട്ടിയിൽ ചേർത്തത്. ഈ തരത്തിൽ സ്കൂളിൽ പ്രോമിനൻ്റ് ആയതുകൊണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോമിനൻ്റ് ആയതുകൊണ്ട്, വിശേഷിച്ച് ഈ ഇൻ്റലക്ച്വൽ വിഭാഗത്തെ പ്രസംഗം വിന്യാസമൊക്കെ അതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. പള്ളിക്കുന്ന ഹൈസ്കൂളിൽ, ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ. അവരെല്ലാം കൂടി എന്നെ ചേർത്തതാണ്. അപ്പോൾ ആര് നിർബന്ധിച്ചല്ല പാർട്ടിയിൽ ചേർന്നത്. ഇപ്പം ഏകദേശം ഒരു 3 ആഴ്ചയായി കാണുമായിരിക്കണം. ഈ മെമ്പർഷിപ്പ് സ്കൂട്ടറി, എൻ്റെ ബ്രാഞ്ചിൻ്റെ സ്കൂട്ടറി നടന്നു. ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കില്ല. ആരും നിർബന്ധിച്ചിട്ടെല്ലാം കൊടുക്കാതിരുന്നു. ഞാനിത് ആരോടും പറഞ്ഞില്ല. സ്കൂട്ടറി നടത്തിയ ബ്രാഞ്ച് കമ്മിറ്റിയിൽ 18 പേരുണ്ട്. ഞാൻ അടക്കം 18ആണ്. സ്കൂട്ടറി നടത്തി കഴിഞ്ഞാൽ DC-യുടെ നേരെ കൺട്രോളിലുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ആ മെമ്പർഷിപ്പ് രജിസ്റ്റർ അവിടെ DC-യിലോട്ട് കൊടുക്കുക. പക്ഷേ ഇതൊരു ചാനൽ വന്നു. അത് DC ഓഫീസിൽ തന്നെ കൊടുക്കില്ല. ഈ 18 മെമ്പർമാരിൽ ഒരാൾ കൊടുത്തതാണ്. അതാരുമാവട്ടെ. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ അത് പരസ്യപ്പെടുത്തേണ്ടി വന്നു. ഒരു പോസ്റ്റ് ഇട്ടിട്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല എന്ന കാര്യം ഞാൻ അറിയിച്ചു. കൂട്ടത്തിൽ 3-4 കാര്യങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ അത്ര വലിയ പോസ്റ്റൊന്നും അല്ലായിരുന്നു. അത് വലിയ തരത്തിൽ സ്വാഭാവികമായിട്ടും പ്രചാരത്തിലായി. അതിൻ്റെ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരായി ഞങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാർട്ടി സംഘടനയില്ല എന്നാണ് അർത്ഥം. എന്നാൽ ദശലക്ഷക്കണക്കിന് അനുഭാവികളാണ് പാർട്ടിക്കുള്ളത്. 10-70 ലക്ഷം വോട്ട് ഇവിടെ കിട്ടുമ്പോൾ പാർട്ടി മെമ്പർമാർ കേരളത്തിൽ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ആകെ 10 ലക്ഷം ചെല്ലുവാനാണ്. 5 ലക്ഷം കേരളത്തിൽ. പിന്നെ കുറച്ച് ബംഗാളിലാണ് കൂടുതൽ. പിന്നെ തമിഴ്നാട്ടിലാണ് കുറച്ചുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കുറച്ച്. അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്. അതൊന്നും തന്നെ ഉപേക്ഷിച്ചില്ല. പാർട്ടി പരിപാടി, അതാണ് വിപ്ലവ തന്ത്രം. അതിനകത്താണ് ഇന്ത്യയിൽ അങ്ങനെ വിപ്ലവം നടത്താമെന്ന് പറയുന്നത് പാർട്ടി പരിപാടിയിലാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി മെമ്പർഷിപ്പ്, അതിന് നിബന്ധനകൾ. CPM-ൻ്റെ പാർട്ടി ഭരണഘടനയിലെ നിബന്ധനകൾ സോവിയറ്റ് യൂണിയനിലെ പാർട്ടിയുടെ ഇതിൽ നിന്നും പ്രധാനമായും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു ശൈലിയാണ് വന്നിട്ടുള്ളത്. കേന്ദ്രീകൃത ജനാധിപത്യവും ഉൾപാർട്ടി ഡെമോക്രസി അടക്കമുള്ള കാര്യം. അതിൽ ചെറിയ ഭേദഗതികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടി ഭരണഘടന, പാർട്ടി പരിപാടി, പിന്നെ 1951 പാർട്ടി ഒന്നായാലും നയപ്രഖ്യാപനമുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളുടെയും പ്രമേയം, രാഷ്ട്രീയ പ്രമേയങ്ങളിലെ ഐഡിയോളജിയും സ്ട്രാറ്റജിയും, അതായത് തന്ത്രവും അടവ്, ടാക്ടിക്സും, ഇതെല്ലാം ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അതെല്ലാം അംഗീകരിക്കുന്നു. മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മൂലധനം എത്ര തവണ വായിച്ചാലും മനസ്സിലാകത്തില്ല. അത് സാമ്പത്തിക വിദഗ്ധന്മാർക്കാണ് ശരിക്കും മനസ്സിലാവുക. എന്നാലും നമുക്കത് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയൊക്കെ ഒരു ദിവസം, ഒരു മാസം 2 തവണ വായിക്കും. പല ആവശ്യമുള്ളത് വായിച്ചിട്ട്. ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് മതിയാവത്ത അത്ര മനോഹരമായ ഭാഷയിലാണ്. ചെറിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ ജില്ലയിൽ ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ല. 36 വർഷം ഞാൻ പാർട്ടി വിദ്യാഭ്യാസ കമ്പനിയുടെ ചെയർമാനായിരുന്നു ഈ ജില്ലയിൽ. എസ് രാമേന്ദ്രൻപിള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇവിടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിദ്യാഭ്യാസ കമ്പനിയുടെ ചെയർമാൻ ഞാനായി മാറ്റിയിട്ടുണ്ട്. മിനിസ്റ്ററൊക്കെ ആയി അതിൻ്റെ ജോലി തിരക്ക് കാര്യമൊക്കെ വന്നപ്പോൾ 2010 ഞാനും ഒഴിഞ്ഞു. ഞാൻ വേണ്ട വേറെ ആളെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ 2010 മുതൽ ഞാൻ അതിൻ്റെ ചെയർമാനല്ല. ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് ചെയർമാൻ ആവാനൊക്കത്തില്ല. അങ്ങനെ പാർട്ടി എഡ്യൂക്കേഷന് വേണ്ടി ജില്ല മുഴുവൻ ഞാൻ പോയി.
അതിനുവേണ്ടി വായിച്ചു, കൂടുതൽ പഠിച്ചു. പാർട്ടിക്കാരായിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാൻ വന്നു കാണും. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അങ്ങനെ തന്നെ സിൻസിയറായിട്ട് തന്നെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പാർട്ടിയെ ആക്ഷേപിക്കാനൊന്നും ഞാനില്ല, അതിൻ്റെ പരിപാടിയെ ആക്ഷേപിക്കാനുമില്ല, അതിൻ്റെ ഭരണഘടനയെ ആക്ഷേപിക്കാനുമില്ല. അതിൻ്റെ ഒരു രേഖയെയും സാൽ ക്യാപ്റ്റീനമായാലും പാർട്ടി കോൺഗ്രസ് ഇല്ല. 15 പാർട്ടി കോൺഗ്രസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 23 24 പാർട്ടി കോൺഗ്രസ് അല്ലേ ഇതുവരെ കഴിഞ്ഞത്. അതിൽ 9ാം പാർട്ടി കോൺഗ്രസ് മുതൽ ഞാൻ ഡെലിഗേറ്റാണ്. മധുരയിലെ 9ാം പാർട്ടി കോൺഗ്രസ്. 1964 വരെയുള്ള പാർട്ടി കോൺഗ്രസുകൾ ഒന്നായിരുന്ന പാർട്ടിയുടേത് CPM അത് അംഗീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടെ പാർട്ടി കോൺഗ്രസ്. അത് കഴിഞ്ഞാണ് അടുത്തത് 7ാം പാർട്ടി കോൺഗ്രസ് മുതലാണ് CPM പാർട്ടി കോൺഗ്രസ് ഉള്ളത്. 7 വരെയുള്ള 6 ചേർക്കുന്നുണ്ട്. ആ 7 മുതൽ 24 വരെയുള്ള ഈ കാലത്ത് 15 പാർട്ടി കോൺഗ്രസിനും ഡെലിഗേറ്റ് ആയിരുന്നു. അതിൽ 12 പാർട്ടി കോൺഗ്രസിനും കേരളത്തിന് വേണ്ടി സംസാരിച്ചത് ഞാനാണ്. ഒന്നീ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിപ്പോർട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ പാർട്ടിയുടെ ആശയപരമായ സാരാംശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും അത് പറയാൻ ശീലിക്കുകയും ചെയ്തു. പറയാനുള്ള വൊക്കാബുലറി ഉള്ളത് കൊണ്ട് അത് പറയുകയും ചെയ്തു. ആ നിലയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനെതിരായി ഇനിയും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട്, ഐസി മെമ്പർ. അടുത്ത കാലത്ത് എൻ്റെ പേര് വരെ സുധാ കുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരുണ്ട്, സുധാ കുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിനെ എതിർക്കുന്നില്ല. എന്തെങ്കിലും ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ അല്ല. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ജില്ലാ കമ്മിറ്റിയുണ്ടോ? ക്ഷേത്രത്തൊന്നും കയറ്റാൻ പറ്റിയ ആളല്ല. അയാളുടെ ഭക്ഷണ രീതി അതിൽ പറ്റിയതല്ല. അത്ര ഞാൻ പറയുന്നത്. ഇതെവിടെ നടക്കുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ട് നടക്കുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. അത് ഇന്നാരൊന്നൊന്നുമില്ല. പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛനെ വിളിച്ചത്. എൻ്റെ അച്ഛനെ അയാൾ കണ്ടിട്ടില്ല. അത് ആരായിരുന്നു അറിയാവോ? ആയിരക്കണക്കിന് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആളാണ് അദ്ദേഹം. ഒരു സാധാരണ ചെറുകിട കൃഷിക്കാരൻ. രാവിലെ 7 മണിക്ക് പൂന്താലിയുമായി കിളയ്ക്കാൻ പോകും. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഞങ്ങൾ തന്നെ ജോലിക്കാരെ നിർത്താൻ. ഞങ്ങളും കിളച്ചേ പറ്റുപോയി. 8:30 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് റെഡിയായിട്ട് സ്കൂളിൽ പോകണം. അങ്ങനെ അധ്വാനിച്ച് ജീവിച്ച ഞങ്ങളുടെ അച്ഛൻ. അദ്ദേഹം മരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിൻ്റെ നല്ല കാലത്ത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഭുവനേശ്വരൻ്റെ സംഭവം കൂടെ വന്നതോടുകൂടി മൊത്തം ഏതാണ്ട് 2000-ലേറെ ഫാമിലികളുണ്ട് ഞങ്ങളുടേത്. കരുനാഗപ്പള്ളി, കുന്നത്തൂര്, കാർത്തികപ്പള്ളി, മാവേലിക്കര, അതുപോലെ തന്നെ അടൂര്, ഈ താലൂക്കുകളിലായി 2000-ഓളം ഫാമിലികളുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവിടെയൊക്കെ ഉണ്ട്. അമ്പലപ്പുഴയുണ്ട്. എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളൊക്കെ കൂടുതലായിട്ട് അമ്പലപ്പുഴ ഭാഗത്താണ്. കുട്ടനാട്ടിലുണ്ട്. ആ ബന്ധുബലത്തിൻ്റെ പേരിൽ ഒന്നും തന്നെ അവർക്കാർക്ക് ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. ഒന്നേപോലെ ചെയ്തു കൊടുത്തിട്ടില്ല. ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്കും ജോലി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ, MBA ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, കടിശൂർ പെട്ടിൻ്റെ സ്റ്റോറുകളിൽ എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്? എൻ്റെ വീട്ടിലാർക്കും ഞാൻ കൊടുത്തിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അല്ല, പ്രായമൊക്കെ കഴിഞ്ഞു. അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള യാതൊരു ആരോപണവും ആർക്കും ഉന്നയിക്കാനും പറ്റില്ല.
രാഷ്ട്രീയക്കാരാണ്. വ്യക്തിഗതയോടൊരു പാർട്ടി നശിക്കുകയല്ലാതെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടതായി കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയം കൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക ആയുധം രാഷ്ട്രീയമാണ്. അത് വർഗസമര സിദ്ധാന്തത്തെ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. അത് ആ പുസ്തകമൊക്കെ വായിച്ചു നോക്കണ്ടേ? വായിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവും. വായിച്ചു നോക്കിയിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് കാര്യമായോ? അപ്പം അതിനൊക്കെ വന്നിരിക്കുന്ന വലിയ പോരായ്മകൾ കേഡർമാർക്ക് പാർട്ടി നേതാക്കന്മാരുടെ അച്ഛനെ വരെ വിളിക്കാം എന്ന നിലയിലേക്ക് ഈ അപ്പോഴെ കേരളത്തിന്റെ മകൾ കേരളത്തിൽ എത്തി. കേരളത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയമായുള്ള ഒരു ഇടിവ് തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എല്ലാ പാർട്ടി ഉത്തരവാദികളാണ്. രാഷ്ട്രീയമായ ഒരു ഇടിവ് ഒരു യുവാവിനെ ആവേശമുണ്ടാക്കാനൊന്നുമില്ല. ആവേശമുണ്ടാക്കാൻ അത് വ്യക്തികളായ നേതാക്കന്മാരെ കണ്ടും ഓരോ പാർട്ടിയുടെ പരിപാടി കണ്ടുമൊക്കെയാണ് ഈ ആവേശം ഉണ്ടാകുന്നത്. അങ്ങനെ ആവേശം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. അത് കേരള രാഷ്ട്രീയത്തെ എല്ലാവരും സ്വയംവിമർശപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിഗതത്തേക്കൊന്നും നമ്മളില്ല. പക്ഷെ രാഷ്ട്രീയ വിമർശനമല്ലാതെ അനാവശ്യമായി വ്യക്തിഗതയോ രാഷ്ട്രീയമായിട്ടുള്ള ആശ്വാസമല്ലാത്ത രാഷ്ട്രീയതരമായ അനാശാസ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ശക്തിയായി തിരിച്ചടിക്കുന്നത് വ്യക്തിഗതയായിരിക്കത്തില്ല. ആത്മീയമായ ഭാഷയിൽ ശക്തമായി തിരിച്ചടിക്കും. അതെല്ലാം മറുപടി ഉറപ്പാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗാന്ധിജിയുടെ ലാളിത്യം വേണമെന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഗാന്ധിസത്തോട് പൂർണ്ണമായി യോജിപ്പില്ല. പക്ഷെ ഗാന്ധിജിയുടെ ലാളിത്യം, അതായത് പൊതുപ്രവർത്തകൻ ആഡംബരപൂർവ്വം ജീവിക്കാൻ പാടില്ല. വരുമാനത്തിൽ കവിഞ്ഞ് ജീവിതമാർഗങ്ങൾ അവലംബിച്ചുകൂടാ. അത് വരുമാനത്തിൽ കവിഞ്ഞുള്ള സ്വത്ത് ആർജിച്ചുകൂടാ. യഥാർത്ഥ വരുമാനത്തിൽ കവിഞ്ഞു. അതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, അടിയന്തരാവസ്ഥയുടെ 7-ാം ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂൺ 25. 7-ാം ദിവസം ജൂലൈ 1-ാം തീയതി SFIയുടെ അഖിലേന്ത്യാ പഠിപ്പ് മുടക്കാണ്. ഞാൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. അപ്പം സംസ്ഥാനത്തേക്ക് ഞാൻ ഒഴിഞ്ഞു. ബേബി പ്രസിഡന്റായി. ഞാൻ ഒഴിഞ്ഞതല്ല. എനിക്ക് LLBയുടെ ഫൈനൽ ഇയർ പരീക്ഷ തുടങ്ങുന്ന ദിവസം ജൂലൈ 1-ാം തീയതി. ഓൾ ടിക്കറ്റ് എൻ്റെ പാക്കറ്റിലെടുത്ത് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോയി അഖിലേന്ത്യാ പഠിപ്പ് മുടക്കം നടത്താൻ. അതിന് ഞാൻ AK സെന്ററിൽ പോയി എല്ലാവരോടും പറഞ്ഞു. TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നത് ആ പഠിപ്പ് മുടക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികളോട് വന്ന് ചെയ്യുന്നു. ഒരുപാട് കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്ഥാന കോളേജ്, ആയുർവേദ കോളേജ്, എല്ലാവരും വന്നു. അപ്പോൾ രഹസ്യ പോലീസുകാരും വന്ന് പറഞ്ഞു വെടിവെക്കുമെന്നുള്ള ഉറപ്പാണ്. കരുണാകരൻ സാർ വെടിവെച്ചിരിക്കും. അടിയന്തരാവസ്ഥ ആരും ചോദിക്കാറില്ല. ഇന്ത്യയിലൊന്നും ഒരു പ്രക്ഷോഭം പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ അനങ്ങിയിട്ടില്ലായിരുന്നു. JPയുടെ സമരവും തുടങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ കൂടെ MP ജയകുമാറുണ്ട്. അങ്ങനെ പല ആളുകളും ഉണ്ട്. പിന്നെ ബേബി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് 23 പേര് പോയാൽ മതി, ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. കുറേ പറഞ്ഞിട്ട് ആരും പിരിയുന്നതാണ്. എന്നാലും ഒടുവിൽ പ്രത്യേകഘാതം പറഞ്ഞ് അവരെ എല്ലാം പിരിച്ചു വിട്ടു. അത് കോമ്പൗണ്ടിൽ തന്നെ നിന്നെങ്കിൽ ഞങ്ങൾ 23 പേര്, അഖിലേന്ത്യാ ഭാരവാഹികൾ മുതൽ യൂണിറ്റ് ഭാരവാഹി വരെയുള്ള 23 പേര് സ്ഥലത്ത് ഞങ്ങൾ പ്രകടനം നടത്തി. യൂണിവേഴ്സിറ്റി കോളേജ് തെക്കേ കയറ്റി കൂടി അവിടെ പിച്ചുവീരല്ല, ആ ജംഗ്ഷനുണ്ട്, പേരുണ്ട് അതിന്, സ്പെൻസർ ജംഗ്ഷൻ. അതിലൂടെ ഞങ്ങൾ AG സർവീസിന് മുമ്പിൽ കൂടെ മുദ്രാവാക്യം വിളിച്ച് അടിയന്തരാവസ്ഥ, അറബിക്കടൽ, ഇന്ദിരാഗാന്ധി, മൂർത്താബാദ് തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലോട്ട് പോവാണ്. എല്ലാവരും ഗവൺമെൻറ് ജീവനക്കാരടക്കം, ഇടതുപക്ഷ ജീവനക്കാരടക്കം ഭയന്ന് ജനാല തുറന്ന് ഇങ്ങനെ നോക്കുകയാണ് ഞങ്ങൾ എന്നാ സംഭവിക്കാൻ പോണത്. കൈ പോലും വീശി കാണിക്കാൻ അതിന് തയ്യാറായില്ല. ഞങ്ങൾ പോയി സെക്രട്ടേറിയറ്റ് മധ്യഭാഗത്ത് ചെന്നപ്പോൾ ഓപ്പോസിറ്റ് വലിയൊരു വണ്ടി വന്ന്, വലിയൊരു വാഹനം വന്ന്, കരിവണ്ടി വന്നിട്ട് നിർത്തി. ശ്രീധരൻപിള്ള എന്ന് പറയുന്ന SI, അയാൾ EDM എന്നാണ് വിളിക്കുന്നത്. പാറത്ത് നല്ല ബലിഷ്ഠമായിട്ട് BC-ഒക്കെ വെച്ചവരാണ്. ഓരോരുത്തരെ അടിച്ച് എടുത്ത് അകത്തോട്ട് എറിയും.
എന്നെ അടിച്ചില്ല. ഞാനങ്ങ് കയറിയ വാലിലിട്ട് ചവിട്ടിയെ തൊഴിക്കുകയും ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തിരിച്ച് കണ്ടോൺമെന്റ് സ്റ്റേഷൻ ഇറങ്ങി താഴെ ഇറക്കി അവിടെ ഇട്ടുന്നല്ലേ. കുറേ നേരം വെയിലത്തെ ഗ്രൗണ്ടിലിട്ടിരുന്നു. പിന്നെ ഞങ്ങളെ ലോക്കപ്പിലോട്ട് കൊണ്ടുപോകാൻ അവരൊരു ഡെസ്ക് വെച്ച് ഒരു വഴി ഉണ്ടാക്കി. ഇങ്ങനെ അതിൽ കൂടി എല്ലാവരെയും കൊണ്ടുപോയി. 23 ഓരോരുത്തരെയും 8 പോലീസുകാർ അപ്പുറം വന്ന് 8 അടി എല്ലാവരും അടിച്ചു. അപ്പോഴേ എന്നെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ആ ഡെസ്കിന്റെ ആ വഴി കഴിഞ്ഞ് അപ്പുറത്തോട്ട് ചെല്ലിയ ഒറ്റ ചവിട്ടാണ്. ഒരു അടിയ തൊഴി എല്ലാം കിട്ടി. കണ്ണാടി അങ്ങ് പോയി. അന്ന് വാച്ച് പോയി. പിന്നെ ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല. ഒരു ഇന്ത്യൻ വാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കെട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ ലോക്കപ്പിലിട്ട് രാത്രി 11 മണിക്കാണ് വെള്ളം തരുന്നത്. പിന്നെ രാത്രി 12 മണി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി. വർക്കൽ രാധാകൃഷ്ണൻ അവരെല്ലാം വന്ന് പ്രശ്നമായി. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റത്തിന് DIR ഡിഫൻസ് ഓഫ് ഇന്ത്യയോട് ഞങ്ങളുടെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അവിടെ 10-14 ദിവസം കഴിഞ്ഞു. അവിടെ EMS AKG ഒക്കെ ഞങ്ങൾ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു വേറെ സമരത്തിൽ. പിന്നെ അവരെ വിട്ടു. ഞങ്ങളെ വിട്ടില്ല. കോടതി കൊണ്ടുപോയി ഞങ്ങളെ ശിക്ഷിച്ചു. സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. 4-5 മാസം കിടന്നപ്പോഴേക്കും എൻ്റെ ഓൾ ടിക്കറ്റ് AKG വഴി ഹൈക്കോടതി കൊടുത്തു. പരീക്ഷ എഴുതാൻ പോയപ്പോഴാണ് പിടിച്ചവനോട് വാദിച്ചു. അപ്പോൾ ഇതുവരെ കിടന്ന 4 മാസം മതി. ഞങ്ങളെല്ലാം വിട്ടു കഴിഞ്ഞുകൊണ്ട് ഞാൻ LLB പരീക്ഷ എഴുതി പാസ്സായി. നേരെ ഞാൻ ആലപ്പുഴയ്ക്ക് വന്നാണ് 75. ഞാൻ കൊല്ലത്ത് വെച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായി 22 വയസ്സുള്ളപ്പോൾ. 9ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാലത്ത് ഞാനിവിടെ നിന്ന് പാർട്ടി പ്രവർത്തിക്കുകയാണ്. അതെല്ലാം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ റോസാപ്പൂ വിരിച്ച പാതയിൽ കൂടി നടന്നൊന്നുമല്ല. വളരെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ഒരുപാട് മർദ്ദനങ്ങളും ഗുണ്ടായിസും ഒക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അന്നു മുതൽ ലളിത ജീവിതം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ വേഷം ഇത് തന്നെയാണ്. മന്ത്രിയായാലും അല്ലെങ്കിൽ എൻ്റെ വേഷം ഇത് തന്നെയാണ്. യാതൊരു ഭൂഷണവും നമ്മൾ ചാർത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തോട് ഇനിയും നീതി പുലർത്തും. അഴിമതിക്കെതിരെ പോരാടിയതുകൊണ്ട് ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്നതാണ് മാധ്യമങ്ങളെല്ലാവരും. അതിൽ ഒരു വിട്ടുവീഴ്ച എല്ലാവരും. അത് ജയിച്ച അസംബ്ലിയിൽ പോയാൽ ഇനിയും നടത്തും. അഴിമതിക്കെതിരെ സാമൂഹിക ജീവിതത്തിൽ നടത്തും, നിയമസഭയിൽ നടത്തും. അങ്ങനെ ഒരു വർഗീയതയുമായി യോജിപ്പില്ല. ഒരു തരത്തിലുള്ള വർഗീയതയുമായി യോജിപ്പില്ല. വർഗീയത ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അപകടകരമാണ്. അതിനെതിരെ പോരാട്ടമുണ്ട്. എപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കും. ഇന്നുവരെ അങ്ങനെ ആയാലും നാളെ അങ്ങനെ ആയിരിക്കും. എന്നാൽ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളിന് എന്നുള്ളത് കൊണ്ട് അയാളെ ശത്രുവായി കാണേണ്ട കഴിഞ്ഞില്ല. അവരിലും ജനാധിപത്യവാദികളുണ്ട്. അവർക്കുള്ള അവകാശം അവർക്ക് വേണ്ടിയും ബാധിക്കും. സമ്പത്ത് ദുരുപയോഗപ്പെടുത്തി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാടും. മുമ്പും ചെയ്തിട്ടുള്ളത്. അതൊന്നും മാറ്റമില്ല. പിന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അതൊരു പ്ലസ് പോയിന്റാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സിന്റെ അവസാന ഭാഗത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയും എന്നാണ്. ആ ഡിക്ലറേഷനാണ് തീരുന്നത്. പാർട്ടി രഹസ്യങ്ങളൊന്നുമല്ല ആ അഭിപ്രായം. അതൊന്നും പറയത്തില്ല. പാർട്ടി രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവല്ലേ. പാർട്ടി നേതാക്കന്മാർ അറിയുന്നവരൊക്കെ പത്രത്തിൽ കാണും. അത് പോട്ടെ. പക്ഷെ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയുന്നതിനാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പറഞ്ഞാണ് വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് അവസാന ഭാഗത്ത് പറയുന്ന ഇത് എന്നെ എന്നും ആവേശിച്ചിട്ടുള്ളതും എനിക്ക് ഒരു മാർഗനിർദ്ദേശമായി നിന്നിട്ടുള്ള കാര്യമാണ്. ഡെമോക്രസി 3 തരത്തിലുണ്ട്. ഇപ്പം ഇത് പാർലമെന്റ് ഡെമോക്രസിയാണ് ഇവിടെ. കാരണം മുതലാളിത്ത രാജ്യങ്ങളിലുള്ള ഡെമോക്രസിക്കാണ് പാർലമെന്റ് ഡെമോക്രസി. അസംബ്ലി, പാർലമെന്റ് ഇതെല്ലാം ഉണ്ടാകും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും എല്ലാം പാർലമെന്റ് ഡെമോക്രസിയാണ്. പലതരം ഉണ്ടെങ്കിലും ചിലത് സെനറ്റ് എന്നായിരിക്കും പേര്, ചിലത് കോൺഗ്രസ് എന്നായിരിക്കും. നമുക്ക് പാർലമെന്റാണ്, രാജ്യസഭ. ആ പാർലമെന്റ് ഡെമോക്രസി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഗവൺമെന്റ് എനിക്ക് വിമർശിക്കാം.
പക്ഷേ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ഭരണഘടനയിലെ ജനാധിപത്യ അവകാശം, ആ ഭരണഘടനയാണ് ഈ ജനാധിപത്യ അവകാശം നൽകിയിരിക്കുന്നത്. അതിനെ മാനിക്കണം, അതിനെ വിമർശിക്കാം. ഉദ്ധവ് മുടച്ചക്രമെന്നൊന്നും പറയണം, അത് വിമർശനമല്ല. വിമർശിക്കാം, തിരുത്താം, ഭേദഗതി ചെയ്യിച്ചിട്ടുണ്ടല്ലോ. വിമർശനം വേറെ, അറിവില്ലാതെ വേണമെന്ന് പറയുന്നത് വേറെ. അങ്ങനെ വിമർശനം തിരുത്തി വേണമെങ്കിൽ 10 എത്രയാവും? ഒരുപാട് ഭേദഗതി വന്നല്ലേ. ബാങ്ക് നാഷണലൈസേഷൻ ഒക്കെ അങ്ങനെ വന്നതല്ലേ. പ്രൈവറ്റ് പേഴ്സ് അബോളിഷൻ ബില്ല് അങ്ങനെ വന്നതല്ലേ. എത്രയോ ഭേദഗതികൾ വന്നു, നല്ല നല്ല ഭേദഗതികൾ. അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണയ്ക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ നല്ല കാര്യങ്ങളെയും പാർലമെന്ററി ഡെമോക്രസിയിൽ നമ്മൾ പങ്കെടുക്കുന്നു. പാർട്ടി പരിപാടി അനുവദിച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി വിപ്ലവത്തിന്റെ തന്ത്രമാണ്. പാർട്ടി സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന് പറയും. സ്ട്രാറ്റജി, തന്ത്രം, അത് വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ്. വിപ്ലവകാലം വരെ ഉള്ളതാണ്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്ന്. അത് മാറിക്കൊണ്ടേയിരിക്കും, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാറിയില്ലെങ്കിൽ പോയി. ആ അടവിന് സ്ട്രാറ്റജിയുമായി ബന്ധമുണ്ട്, പൊക്കൾ കൂടി ബന്ധമാണ്. ആ സ്ട്രാറ്റജിയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അടവുകൾ. അങ്ങനെയാണ് പാർട്ടി പരിപാടി. അത് പറഞ്ഞിട്ടുണ്ട്, സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് CPM-ന്റെ നയം. പീപ്പിൾസ് ഡെമോക്രസി അത് പാർലമെന്ററി ഡെമോക്രസിക്ക് കൂടെ ഹയർ ക്വാളിറ്റിയുള്ള ഒരു ഡെമോക്രസിയാണ്. പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ മേധാവിത്വത്തിലുള്ളതാണ്. നമ്മൾ അനുവദിച്ചിരിക്കുക, നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചോ, എഴുതിക്കോ. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിടും. അപ്പോൾ ആ പാർലമെന്ററി ഡെമോക്രസി ലിമിറ്റേഷൻ മനസ്സിലായില്ലേ. ഇറ്റ്സ് എ ലിമിറ്റഡ് ഡെമോക്രസി. ഭരണാധികാരി വർഗത്തിനും ജന്മിമാർക്കും ഭൂർഷാസിക്കും സാമ്രാജ്യത്തെ പിന്തുണയുള്ള എപ്പോൾ വേണമെങ്കിലും ഇതില്ലാതാക്കാം. ഈ ജനാധിപത്യം ഭരണഘടന റദ്ദ് ചെയ്യാറ്, അടിയന്തരാവസ്ഥ റദ്ദ് ചെയ്തില്ലേ, നിലനിന്ന് റദ്ദ് ചെയ്തില്ലേ, ഭരണഘടന ഇല്ലായിരുന്നല്ലോ അന്ന്. മൗലികാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തില്ലേ. അപ്പം അതിനുള്ള അധികാരം ഭരണാധികാരി വർഗം ഭൂർഷാസിയാണ്. ജന്മിമാരെല്ലാം അവരുടെ കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലോക സാമ്രാജ്യത്വവുമായി അവർ കൈകോർക്കും. ഇവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സാമ്രാജ്യത്വമായി കൈകോർക്കും, കോംപ്രമൈസ് ചെയ്യും. ഇത് ഞങ്ങളുടെ പരിപാടി പറയുന്നത്. അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ഡെമോക്രസി, രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെ മുതലാളിത്തം ഇല്ല, മുതലാളിത്തം അബോളിഷ് ചെയ്യും. ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ഭൂമിയെല്ലാം ഇതാണ് ചെയ്യും. എംപിമാരും ഉണ്ടാവില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും. മതപരമായ ഒരു കാര്യവും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. മതപരമായ കാര്യമല്ല, മതത്തെപ്പറ്റി പഠിപ്പിക്കും. മതപരമായി മുതലെടുക്കാൻ സമ്മതിക്കില്ല, കാരണം സെക്യുലർ സ്റ്റേറ്റാണ്. മതത്തെപ്പറ്റി പഠിപ്പിക്കും. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റൂട്ടെല്ലാം പറയേണ്ടതായിട്ടുണ്ട്. മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മാറ്റത്തിൽ. അതാണ് പീപ്പിൾസ് ഡെമോക്രസി. അവിടെ ജന്മിത്തമില്ല, മുതലാളിത്തം എല്ലാം അബോളിഷ് ചെയ്യും. ഏറ്റവും ഹയറാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റിലേക്ക് വരുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഈ പീപ്പിൾസ് ഡെമോക്രസിയുടെ കാലഘട്ടത്തിലാണ്. മാൻട്രി ഫോക്സ്, മൊണോപ്പൊളി ക്യാപിറ്റൽ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസം പൂർണ്ണമായി സ്റ്റേറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഇതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരും. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക, സ്ത്രീകൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം, പ്രായമായവർക്ക് പ്രത്യേക പരിഗണന, ഇങ്ങനെ വരും. ഒടുവിൽ സോഷ്യലിസ്റ്റൊക്കെ കടക്കുമ്പോഴാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി വിപ്ലവമാണ്. അപ്പോൾ പിന്നെ വിപ്ലവ പ്രസ്ഥാനമല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടാവില്ല. ആദ്യകാല സോവിയറ്റ് യൂണിയനും ആദ്യകാല ചൈനയിലും ക്യൂബയിലൊക്കെ ഉണ്ടായ പോലെ സോവിയറ്റ് യൂണിയൻ പിന്നെ തകർന്നുപോയി, പല രാജ്യങ്ങളായി ഭിന്നിച്ചു. ചൈന ഇപ്പോൾ ഇതൊക്കെ പഠിച്ചും ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിച്ച് പഠിപ്പിച്ചതും നയപരിപാടികൾ ആവിഷ്കരിച്ചതും. അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് ഗവേഷണം നടത്താനും ഒക്കെ ഞങ്ങൾ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ ഇതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെയും എന്താണെന്ന് അറിയാതെയും കടന്നു വന്നിട്ടുള്ള കുറേയധികം ആളുകൾ പൊളിറ്റിക്കൽ ക്രിമിനൽസും കടന്നു വന്നു.
അവർ പാർട്ടി നേതാക്കന്മാരുടെ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അസഭ്യം പറയും, അശ്ലീലപരമായ കാര്യങ്ങൾ AI-യുടെ സഹായത്തോടെ ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം അതിലൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരും കാണും. പാർട്ടിക്ക് യോജിക്കാത്ത ഒരുപാട് വാക്കുമുഖങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല, അതിൻ്റെ മുമ്പിലൊന്നും കീഴടങ്ങത്തില്ല. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പാർട്ടി രീതി എപ്പോഴും കഴിയാവുന്നത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ, ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്, അവിടെ MLA ആയില്ലേ, ഇനി അയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഇതിനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നതിന് ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു, സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ്, പാർലമെന്റ് ഡെമോക്രസി അല്ല. മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഒച്ചുവിനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നല്ലേ, താഴെ ഇറങ്ങുകളാവെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയുമായിരുന്നു. ഇന്നും ലോകം വരെ ബഹുമാനിക്കുന്ന അവർ ചെയ്തതിൻ്റെ പേരിലാണ്. നിങ്ങൾ എത്ര ഇവിടെ ആയി എന്നുള്ളതല്ല, എത്ര ഇവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ല. എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്. അയാളോട് എന്താ ചോദിക്കാത്തത്? അയാളോട് എന്താ ചോദിക്കുക? അല്ല, പാർലമെന്റ് മത്സരിപ്പിച്ചല്ലേ പോകുന്നതിപ്പോൾ എന്താ ചോദിക്കാത്തത്? ആരിപ്പോൾ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെന്റ് മത്സരിച്ച്, ഒരിക്കലും തോറ്റുള്ളൂ, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോടൊന്നും ചോദിക്കാത്തത്? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അപ്പം എന്നോട് ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ പേരിലൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമല്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടുമെന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി. ജയിക്കണം, പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ ഭൂഷാവ പ്രഭാഷകന്റെ മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ 2 ചീത്തയും വിളിച്ച് പൂവി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 10-63 വർഷം അത് ചെയ്തു, നിയമസഭയിലും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് വിളിക്കും, അത്രയും. എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനും കുത്തുക. അതുകൊണ്ട് മുതുകുളം എന്നൊരു സ്ഥലത്ത് ജനറൽ ബോഡി കിടക്കാണ് പാർട്ടിയുടെ. നല്ല മുടിമുടുക്കന്മാരായ കുറെ SFI പ്രവർത്തകരായ ചെറുപ്പക്കാരായ ജനറൽ ബോഡി പാർട്ടിയുടെ വ്യവസായമുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഒരാൾ മുതുകുളത്തുകാരൻ, അന്നത്തെ SFI അയാളുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് അങ്ങ് ചോദിച്ചു, ഈ റിപ്പോർട്ടിങ്ങനെ വന്ന സഖാവിനോട് ചോദിച്ചു, ഈ ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് ഏത് വൈരുദ്ധ്യത്തിൽപ്പെടുന്നു? 4 വൈരുദ്ധ്യങ്ങളാണ് ഉള്ളത്. ഇറങ്ങിപ്പോടാ, കഴിവറടാ പോലെ മറുപടിയാണ്. ഇയാൾക്ക് പറയാറിയില്ല. അവന് ചീത്ത വിളിച്ച് ഇറക്കി വിട്ടു. ഇയാൾക്ക് അറിയത്തില്ല എന്താ പറയണത്. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചതൊരു വൈരുദ്ധ്യമാണെങ്കിലും അതൊരു മേജർ കോൺട്രഡിക്ഷൻ അല്ല. 4 മുഖ്യ വൈരുദ്ധ്യത്തിൽ അത് വരില്ല. 2 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്, കുടുംബക്കാർ നമ്മുടെ വഴക്കാണ്. അത് പറഞ്ഞു അങ്ങല്ല. ജനങ്ങളുടെ തമ്മിൽ വേലി തർക്കം ഉണ്ടാവും. അതെങ്ങനെ പരിഹരിക്കേണ്ടത്? വൈരുദ്ധ്യമാണ്. പക്ഷേ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, 3-ാം ലോക രാജ്യങ്ങളും സാമ്രാജ്യത്വ വൈരുദ്ധ്യങ്ങളും മൗലിക വൈരുദ്ധ്യമല്ല. അത് തീർക്കും. അതിനാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യം ഒന്നും ആവോ പറഞ്ഞത്. അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ ഇടയിൽ പല തർക്കമുണ്ട്. അതിനെ വിരോധപരമായി കാണാതെ പറഞ്ഞു പരിഹരിക്കണം. അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യം. മറ്റേ 4 മേജർ വൈരുദ്ധ്യം പറഞ്ഞ് പരിഹരിക്കാനേ ആവില്ല. ഒന്ന് തോറ്റൊന്ന് ജയിച്ചാലേ തീരൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവണം. അതുകൊണ്ട് മന്ത്രിയായില്ലേ, MLA ആയില്ലേ, അവിടെ എന്താ കുഴപ്പം ചെയ്യും? നല്ല റോഡും നല്ല പാലും നല്ല സർക്കാർ കെട്ടിടവും ഒക്കെ വന്നില്ലേ. ഓരോന്നും ഞാൻ പറയണല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം
പണിഞ്ഞല്ലേ കഴിഞ്ഞ ഗവൺമെൻറ്. AC റോഡ് 1000 കോടി രൂപയാണ് അനുവദിച്ചത്. മുഖ്യമന്ത്രി തലക്കല്ലിട്ട് ഒരു അധ്യക്ഷനായിരുന്നു. പക്ഷേ 752 കോടിയിലങ്ങ് നിർത്തി. അതിലങ്ങ് നിർത്തി. മൊത്തം പൈസ ചെലവഴിച്ചിട്ടില്ല. എന്തായാലും മേജർ സ്റ്റേറ്റ്, കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് ഹൈവേ കുറച്ചുകൂടെ അത് വീതിയിലൊക്കെ എടുക്കാമായിരുന്നു. ഇരിക്കട്ടെ, ചെറിയ കാര്യമാണ് അത്. അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം തന്നെ അമ്പലപ്പുഴ തിരുവല്ല റോഡ് പഠിച്ചില്ലേ? ഇതുപോലെ തന്നെ ഇപ്പം അമ്പലപ്പുഴ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡായില്ലേ? ഏത് റോഡാവാത്ത? തീരദേശ റോഡ് വരുന്നില്ലേ? അവിടെ മലയോര ഹൈവേ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ദേശീയപാതയ്ക്ക് തന്നെ 2021 വരെ ദേശീയപാത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരുന്നു. കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് കൺട്രോളിലായിരുന്നു. അതായത് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് പണം ഒരു തരും. അപ്പോൾ നമ്മുടെ വകുപ്പ് അത് ചെയ്തുകൊണ്ടിരുന്നു. അത് 6 വരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. അതിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തയ്യാറാക്കി. 75,000 കോടി രൂപ ചിലവാകും. അതിന് 50% നമ്മൾ എടുക്കണമെന്നായി കേന്ദ്ര ഗവൺമെൻറ്. അങ്ങനെ എടുക്കണം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് മുഴുവൻ എടുക്കേണ്ടത്. അവരുടെയാണ്. മുഖ്യമന്ത്രി പിണറായി സാഹിബ് എന്നെയും കൂട്ടി മോഡിയെയും ഗഡ്കരിയെയും കണ്ടു. ഞങ്ങൾ ഈ ഡിസന്റ് അറിയിച്ചു. പിന്നെ അത് 25%. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടാതെ വന്നാലും 6,500 കോടി രൂപ PWD കെട്ടിവെച്ചു. ജർമ്മൻ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോൺ എടുത്തു. 3% ഉണ്ട് പലിശ. പണം കെട്ടിയിട്ടിരിക്കുക അവിടെ. അപ്പോൾ എടുത്താൽ മതി. അതിന് ഞങ്ങൾ ഗവൺമെൻറ്റല്ലേ ജാമ്യം, ഗവൺമെൻറ് ആയതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ 6,500 കോടി രൂപ കെട്ടിവെച്ചാണ് ഇതിനുള്ള ഏർപ്പാടാക്കിയത്. ആ ഗവൺമെൻറ് കാലത്ത് ആ പലപാടി കുറച്ച് സ്ഥലം പൂർത്തിയായിട്ടു. ഇപ്പം ഇതിന് ഏകദേശം പകുതിയോളം 1.5 വർഷം കൊണ്ട് പൂർത്തിയാവും. അത് നമ്മുടെ ധാരണ സ്ഥിതി ചെയ്യുന്ന അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ദീർഘിപ്പിക്കുക. എത്രയോ പാലങ്ങൾ, റോഡ്. ഈ താലൂക്കിൽ തന്നെ 14 പാലമാണ്. കുട്ടനാട്ടിൽ 18, 16 പാലം ചെങ്ങന്നൂരിൽ. വലിയ പെരുമ്പളം പാലം അടക്കം. പിന്നെ ചേർത്തല ഭാഗത്ത് വേറൊരു പാലം കൂടെ പഠിക്കുന്നുണ്ട്. അത് പൂർത്തിയായി. അങ്ങനെ 64 പാലം ഈ ജില്ലയിൽ ഡിസൈഡ് ചെയ്ത് കൊടുത്തു. 500 പാലം കേരളത്തിൽ. ഇതൊക്കെ ചെറിയ കാര്യമാണ്. 5 വർഷം കൊണ്ട് എന്തുമാത്രം അധ്വാനിച്ചു ഇതിനു വേണ്ടി, എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതൊന്നും പ്രശ്നമല്ല. എത്ര തവണ മന്ത്രിയായി, എത്ര തവണ MLA ആയി. വേറെ ആരെല്ലാം മന്ത്രി MLA ഐസക് ആയില്ലേ, ആരിഫായില്ലേ, മന്ത്രിയായില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ആരല്ല. ഇപ്പം തന്നെ 12 പേര് 3ാമത്തെ മത്സരിക്കുക. വീണ ജോർജിന് കൊടുത്തില്ലേ? അപ്പം ഇതൊക്കെയാണോ? ഇതെല്ലാം പറയുന്നതോടുകൂടി പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ്. പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ് അല്ലേ? പിന്നെ ഒരുപാട് പേരെ ആവശ്യമില്ലാതെ വളർത്തി. എന്തുവരെ പറയുകയാണ്? സലാമിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സലാമിനെ വളർത്തിയത് ജീസുദാരല്ല, അതുകൊണ്ട് വോട്ട് പിടിക്കാൻ പോവാ സലാമിന്. അത് വീട്ടിൽ പറയുക സലാമിനെ വളർത്തിയത് ജീസുദാരനല്ലേ. എന്താ വളർത്തിയാൽ വളർത്തട്ടെ. വളർത്തിയാൽ എന്താ കുഴപ്പം? വളർത്തിയിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ. അതായത് ശരിയായ കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെയും ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ജനങ്ങൾക്ക് എതിർപ്പും വിപരീതാർത്ഥത്തിലും വരുന്ന ക്യാമ്പയിൻ നടത്തുക. ഒന്നും പഠിക്കാതെ. ഈ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു സീറ്റ് ഭൂരിപക്ഷം കിട്ടിയത് LDF. ഈ 5 പഞ്ചായത്ത് ഇവിടെ മാത്രം ഇത്തവണ. അതിനവിടെ 5-ലും ഭൂരിപക്ഷം. 5 CPM ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു. പിന്നെ LDF 8 സീറ്റ് CPM, 2 സീറ്റ് CPI, 19 പത്രത്തേ ഉള്ളൂ. കഴിഞ്ഞ 13ആണ്. ബാക്കി ഒരു 4 പഞ്ചായത്തിലും പുന്നപ്ര സൗത്തും അമ്പലപ്പുഴ വടക്കും പുറക്കാടും സൗത്തും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. LDF ആയിട്ടും ഭൂരിപക്ഷമില്ല. പിന്നെ എങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയത്? ഏറ്റവും വലിയ ഒറ്റക്കക്ഷി നമ്മളാണ്. അമ്പലപ്പുഴ വടക്ക് STPക്ക് 6 സീറ്റ്, നമുക്ക് 9 സീറ്റ്. STP എങ്ങനെ വളർന്നോടെ? അവർ പ്രവർത്തിച്ചു വളർന്നു. അല്ലാതെ അവരും കോൺഗ്രസും തമ്മിൽ യോജിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അവർ യോജിച്ചാൽ 10-ന് മേള. അമ്പലപ്പുഴ സൗത്തിൽ BJPക്ക് ഉണ്ട് 4 സീറ്റ്, 4-ഓ 5-ഓ ഉണ്ട്. അവരും കോൺഗ്രസും തമ്മിൽ അവിടെ യോജിച്ചില്ല. അതുകൊണ്ട് വെറും 8 സീറ്റുള്ള ഞങ്ങൾക്ക് പ്രസിഡൻഷിപ്പ് കിട്ടി. പുറക്കാട് കിട്ടിയില്ല. അമ്പലപ്പുഴ അല്ല, പുന്നപ്ര സൗത്ത് ഞങ്ങളുടെ 2 സീറ്റാണ്. എങ്ങനെയാ ഈ 5 വർഷം കൊണ്ട്? ഞാൻ കഴിഞ്ഞ ഇലക്ഷനിലില്ല. ഞാൻ നേതൃത്വം കൊടുക്കാൻ ഞാൻ ഒഴിഞ്ഞല്ലോ.
ഒരു സ്വയം പ്രശ്നം നടത്തട്ടെ. 13-12 ബ്ലോക്ക് സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ വെറും 5 ഉള്ളൂ. ബ്ലോക്ക് പോയി ഇല്ലേ? 3000 വോട്ട് ഭൂരിപക്ഷം കിട്ടേണ്ട 7 ഡിവിഷൻ പ്രത്യേക വോട്ടാക്കി ഓമനക്കുട്ട മത്സരിക്കുക. അതിന് വേണ്ടി 700 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് എന്താ തൊട്ടടുത്ത ബ്ലോക്കിലെ ഇയാളങ്ങ് തോറ്റു. ഇവിടെ പ്രഭാകരന്റെ പോലെ പ്രേംജിത്ത് എന്താ പേര്, അവിടെ തോറ്റുപോയി. അത് ബ്ലോക്ക് പ്രസിഡന്റായിരുന്നാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. അവിടെ തോറ്റുപോയി. ഓമനക്കുട്ടം 3000 വോട്ടിന് കിട്ടേണ്ടത് 700 ജയിച്ചു. ഇതൊക്കെയല്ലേ ഇവിടെ കിടക്കുന്നത്? സഖാക്കളെ പരമാവധി ജയിപ്പിക്കുക, പാർട്ടി ജയിക്കുക. ഇതൊരു പാടോ? ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഞാനങ്ങനെ ശത്രുവായി ഞാൻ പാർട്ടിയുടെ ശത്രു ആവാനൊക്കത്തില്ല. പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ്. വേണ്ടപ്പെട്ടവർ വേണേ നോക്കിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. വേണ്ടപ്പെട്ടവർ നോക്കിയാൽ മതി എന്തായാലും ഞങ്ങൾ സംഭവിക്കുന്നതാണ്. ഇവരൊക്കെ എന്തിനാ കയറി മത്സരിക്കുന്നത്? ഒരു പ്രത്യേകയാണ് മത്സരിക്കുന്നത് കേൾക്കുമ്പോഴേ ജനങ്ങൾ എതിരായിട്ട് വോട്ട് ചെയ്ത് തുടങ്ങുക, ആ മണ്ഡലത്തിൽ മുഴുവൻ. അല്ലെങ്കിൽ 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? 12 ഉണ്ടായിരുന്നല്ലേ, 5 സീറ്റായിട്ട് എങ്ങനെ ചുരുങ്ങി? ബ്ലോക്കും പോയില്ലേ? കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായില്ലേ? ജില്ലാ പഞ്ചായത്ത് 2 സീറ്റും ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്പലപ്പുഴ സീറ്റ് 5000 വോട്ടിനാണ് കണ്ണൻ ജയിച്ചത്. 5000 വോട്ടിന്റെ കുറവ് കോൺഗ്രസ്. 2 നമുക്കായിരുന്നു. അപ്പുറത്ത് CPI, ഇവിടെ ഇവിടെ 6-7000 വോട്ടിൽ ലീഡുള്ളിടത്ത് ജയിച്ചത് കഷ്ടിച്ച് 2000 വോട്ടിനാണ്. വെറും 2000 വോട്ടിന്. അതിൻ്റെ ആ സ്ഥാനാർത്ഥി പറ്റി വേറെ ആരോപണമൊന്നുമില്ല. അവിടെ ആചാട്ട് തന്നെ ജയിച്ചു. അപ്പോൾ ഭൂരിപക്ഷം ഇടിക്കുന്നതാണ്. പിന്നെ അമ്പലപ്പുഴ ഭൂരിപക്ഷം കുറഞ്ഞ എൻ്റെ പേര് അന്വേഷണം, കരീമിൻ്റെ അന്വേഷണം. ഞാൻ 25 പേജിൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സ്ഥിതിവിവരം കണക്കും ജില്ലയിൽ എഴുതി കൊടുത്തു. വായിച്ചു നോക്കേണ്ടത് മാത്രമല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കരീം എഴുതി അവിടെ സമർപ്പിച്ച 22 ആരോപണമുള്ള ആ റിപ്പോർട്ടിനകത്ത് ഞാൻ ഈ കൊടുത്ത 25 പേജിൽ ഒരു വരി വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗം വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ അവിടെ സംസാരിച്ചു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള സഹാക്കൾ ഒഴികെ ഒരൊറ്റയാൾ സംസാരിച്ചില്ല. ആ റിപ്പോർട്ടിനെ പിന്തുണച്ചില്ല. അവരൊന്നും വിട്ടിയില്ല. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള അവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇവിടെ നിന്നുള്ള 4 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ മൃദുവായിട്ട് ഇങ്ങനെ പറഞ്ഞത്രേ ഉള്ളൂ. സുഹാര സാർ ആലപ്പുഴ വേണമെന്ന് സുഹാരപ്പുള്ളവർ പറയുകയും ചെയ്തു. അറിയില്ല. ഈ പരീക്ഷണം നടത്തി എന്തടിസ്ഥാനത്തിലാണ് കരീം ആ റിപ്പോർട്ട് എഴുതുന്നത്? ഞാൻ ആ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടല്ലായിരുന്നു. കാരണം എനിക്ക് 23,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത് ഏത് സാഹചര്യത്തിലാണ്? കായംകുളത്തുനിന്ന് ഒരാൾ വന്നാൽ മത്സരിച്ചത്, ഷേഖ് പി ഹാരിസ്. ഇവിടെയായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് 63,000 വോട്ട് കിട്ടി. അതൊക്കെ 40,000 കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് 23 വ്യത്യാസം വന്നത്. ഞാൻ എത്രയോ കാലം അവിടെ MLA ആണ്. മറ്റു തരത്തിലൊക്കെ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ പ്രസിഡന്റാണ്. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ പരിചയമില്ല ഇവിടെ. സലാമിന് ആദ്യമായിട്ട് മത്സരിക്കുക സലാം 11,200 വോട്ട് ഭൂരിപക്ഷം കിട്ടി. 23,000 പെട്ടെന്ന് കിട്ടുമോ? ഞാൻ ആദ്യം ജയിച്ചപ്പോൾ എനിക്ക് 12,000 ഉള്ളൂ. അന്ന് കൈനഗരി കൂടി ഉണ്ട്. അന്ന് അവിടെ നിന്ന് എനിക്ക് 6,000 വോട്ടാണ് ലീഡ്. ഇപ്പം 1000 ഉള്ളൂ. ഇപ്പോൾ 2000 ചില വോട്ട് ജയിച്ചല്ലോ ജില്ലാ പഞ്ചായത്ത് പോകുമ്പോൾ. അവിടെ 1000 ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ 11,000 വോട്ട്. VSന് ഇവിടെ കിട്ടിയ മാക്സിമം ഭൂരിപക്ഷം 5,000. 7,000 നോക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കഴിഞ്ഞു. PKS ജയിച്ചപ്പോൾ കിട്ടിയത് 2,000. സുശീലക്ക് കിട്ടിയത് 3,300. CK സദാശിവന് കിട്ടിയത് 5,000 താഴെ. 11,200 വോട്ട് കിട്ടി. പരക്കെ അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അഭിമാനകരമായ ഭൂരിപക്ഷം. എൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞാണ് ക്യാമ്പയിൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ. എൻ്റെ പേരിലാണ് ക്യാമ്പയിൻ. സന്തോഷം. 19 മേഖലയായിട്ട് ഈ മണ്ഡലത്തെ 19 മേഖലാ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ 5 ദിവസം പോയി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും എനിക്ക് മാനക്കുണ്ട്. കാരണം എനിക്ക് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കൊല്ലത്തെല്ലാം പരിപാടി തന്നിരിക്കാം. സ്റ്റേറ്റ് പാർട്ടി 4 ദിവസം അവിടെ എല്ലാം കൂടെ ഞാൻ പോയി. ഈ ഗണേഷ് കുമാറിന് വരെ പോയി ഞാൻ പ്രസംഗിച്ചു. അവിടെ ഈ രാജീവിന് പോയി 2 യോഗത്തിൽ പ്രസംഗിച്ചു. ഇവർക്കെല്ലാം പോയി പ്രസംഗിച്ചു. വാസവന് വേണ്ടി പ്രസംഗിച്ചു. വീണാ ജോർജിന് വേണ്ടി പ്രസംഗിച്ചു. ഇവിടെ എല്ലാം പോയി പ്രസംഗിച്ചു. അതിനിടയ്ക്ക് ഞാനിവിടെ ഇത്രയും സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കൺവെൻഷൻ അധ്യക്ഷൻ ഞാനായിരുന്നു. മണ്ഡല കൺവെൻഷൻ.
ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ചാൽ ഒന്നും ചെയ്തില്ല. റിപ്പോർട്ട് എഴുതി വെക്കുക. 22 കുറ്റം എന്താണാവും? അദ്ദേഹം അവിടെ തറവിട്ടു അതുപോലെ പാർലമെന്റിൽ 1.5 ലക്ഷത്തിന്. അപ്പൊ അതിൽ കാരണക്കാരാ രാജ്യസഭയിൽ 6 വർഷം കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയതുകൊണ്ട് അപ്പോഴത്തേക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. കരീം കാ ഇത് പോസ്റ്ററിൽ അടിച്ചിറങ്ങി. ആരുടെ മതം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അവിടെ വളരെ സെക്യുലറായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് കോഴിക്കോട്. ഇന്നും പാർട്ടിക്ക് വലിയ വിജയമുണ്ടാകുന്ന സ്ഥലമാണ്. മുസ്ലിങ്ങൾ ഇവിടെ സെക്യുലറല്ലേ? 72 ബൂത്തുകളിലാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുസ്ലിങ്ങൾക്ക് ഡോമിനേഷൻ ഉള്ളത്. 70-ലും എനിക്കായിരുന്നു ലീഡ്. ഷേഖ് പി ഹാരിസിന് കിട്ടിയ വെറും 2 ബൂത്തിലാണ് ലീഡ്. വളഞ്ഞവഴിയൊക്കെ മൊത്തം എനിക്ക്, പടിഞ്ഞാറല്ല എനിക്ക് 2 ബൂത്ത്, ചെറിയ ലീഡ്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു വർഗീയതയില്ല, ഒരു കാലത്തുമില്ല. എല്ലാ സമുദായത്തിലും കുറച്ച് പേര് കാണും, അതെല്ലായിടത്തും ഉണ്ടാവും. ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള മൈനോറിറ്റിയാണ്. ഇപ്പോഴും അവിടെ എന്നുമാണ്, ആർക്കും ഒരു സംശയമില്ല. നമ്മളവരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം, എല്ലാം മുന്നോക്ക സമുദായം എല്ലാവരെയും. അപ്പോൾ ആ തരത്തിലാണ് കരിമിൻ്റെ റിപ്പോർട്ട്. എന്നെ പുറത്താക്കായിരുന്നു ലക്ഷ്യം, നടന്നില്ല. എന്തായാലും എല്ലാം കഴിഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റിയും കഴിഞ്ഞ് എന്നെ ഒരു താക്കീത് ചെയ്തു, ജാഗ്രത പാലിച്ചില്ല. ആയിക്കോട്ടെ, ഞാൻ കൈവക്കി, ഞാൻ എതിർത്തൊന്നുമില്ല. ഞാൻ ഇറങ്ങി ആലപ്പുഴയ്ക്ക്, ഞാൻ കാറിലാണ്, ആലപ്പുഴയ്ക്ക് പോകാൻ കാറിൽ കയറാൻ നേരത്തെ പിണറായി സാർ എന്നെ ഫോണിൽ വിളിക്കും. ഒന്ന് വേണ്ടി വന്നിട്ട് പോകണം, AK-SRലേക്ക് വേണ്ടി പോയി അദ്ദേഹത്തെ കണ്ടു, ഇരിക്കാൻ പറഞ്ഞു. സാരമില്ല, അതൊന്നും വലിയ കാര്യമില്ല, സുധാകരൻ്റെ കാര്യം തോപ്പിക്കാൻ ശ്രമം ഞങ്ങൾക്കറിയാം. റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വന്നു. അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട, നേരെ DC ഓഫീസിൽ പോവുക. PKC ഇരുന്ന ഒരു മുറിയുണ്ട് അവിടെ വേറെ ചെറിയ ആ മുറിയിൽ ഇരുന്നോളാം പറഞ്ഞു. തൊട്ടിപ്പുറത്ത് കൊടിയേരിയുണ്ട്, അത് എൻ്റെ അകത്തേക്ക് വിളിച്ചു. ഇത് തന്നെ പറഞ്ഞു. 2 പേരും എന്നോട് ചോദ്യം ചോദിച്ചു, ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനായി പരാതി എഴുതിയത്? അവന് എൻ്റെ സംശയത, ഇത്രയും ജയിച്ചു കഴിച്ച് ഈ പരാതി എഴുതിയതിന് എന്തിനാണ് ഞാൻ അന്വേഷണം വെച്ചത്? 35,000 വോട്ടിൽ ജയിച്ച ഐസക്കിൻ്റെ അവിടെ 12,000 വോട്ടുകളെ ഇത്തരത്തിൽ കിട്ടിയുള്ളൂ. 35-12, ഇവിടെ 23-11. അവിടെ നിന്ന് അന്വേഷണം ഇല്ലാത്ത. എല്ലായിടത്തും വോട്ട് കുറഞ്ഞല്ലോ, എല്ലാ മണ്ഡലങ്ങളിലും. എവിടെ വോട്ട് കൂടിയത്? എല്ലായിടത്തും കുറഞ്ഞു. അത് അന്വേഷിക്കാൻ പറ്റും, ആരുടെ കുറ്റം കൊണ്ടാണ്. പല പല പരിസ്ഥിതികളല്ലേ, ജയിച്ചില്ലേ, നല്ല ക്രെഡിബിൾ. VS-ന് ഇവിടെ കിട്ടിയ 5,000 വോട്ടാണ് ലീഡ്, തോറ്റപ്പോൾ 7,000. ഞാൻ പറയാ, ഈ അമ്പലപ്പുഴയിൽ അവരെക്കാട്ടെല്ലാം കിട്ടി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടും ഞാൻ മെമ്പർഷിപ്പ് അത് ഒഴിയാൻ പോയില്ല. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. അച്ഛനും വിളിക്കാൻ തുടങ്ങി. ഫേസ്ബുക്ക് പോസ്റ്റ് തോന്നിവാസം എഴുതുക, എന്തും എഴുതുക, ഓരോന്ന് ചില പറയുക, ഗവേഷണം നടത്തുക, മുമ്പില്ലാത്ത ഒരു രീതി. നിങ്ങളെന്താ BJP പോകാത്തത്? നിങ്ങളെന്താ കോൺഗ്രസ് പോകാത്തത്? ഫേസ്ബുക്കിൽ പാർട്ടി മെമ്പർമാർ ചോദിക്കുകയാണ്. എല്ലാവരും എല്ലാം കൂടി 25 ആളെയുള്ള ആൾക്കൂടി പൊളിറ്റിക്കൽ ക്രിമിനൽ 25 പീപ്പിൾ. 26ാമത് ഒരാളില്ല. 45,000 പാർട്ടി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് 26-5 പേര്. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമായിട്ടുള്ള കുറച്ച് പേരാണ് കൂടുതലും. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ കടന്നുകൂടിയിട്ട് ക്രിമിനൽസ് കാണിക്കും. അവരുടെ ഓരോരുത്തരുടെ ജീവിത രീതി, എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ വിനോദ പരിപാടി, ഇതൊക്കെ അന്വേഷിച്ച് നോക്കണം. ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചല്ലോ. അതുകൊണ്ട് ഇനി എന്തും പറയാവുന്നതാണ് ഞങ്ങളെ പറ്റി. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, അത് ജനങ്ങളൊക്കെ സഹിക്കുക. കാരണം പ്രമാദമായ തെറ്റൊന്നും, മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തെറ്റൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജീവിതത്തിൽ ചിലപ്പോൾ തെറ്റ് പറ്റി കാണാം, അത്രയേ ഉള്ളൂ. അതൊന്നും പ്രമാദമായിട്ടൊന്നും എനിക്കുണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് വലിയ അഴിമതിയും പടാപകരണവും നടന്ന ഒരു ജില്ലാ ഭരണകാലത്ത് ഹരിപ്പാട് സമ്മേളനത്തിൽ ഞങ്ങളുടെ ആ ജില്ലാ കമ്മിറ്റിയിൽ 21 വരെ തോപ്പിച്ചു, വോട്ടിട്ട് തോപ്പിച്ചു. സെക്രട്ടറി അടക്കം തോറ്റു. ബേബി ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. എല്ലാ സെക്രട്ടറി അടക്കം തോറ്റു. അത് കാരണമുണ്ട്, അത്രമാത്രം പ്രശ്നങ്ങളായിരുന്നു സാമ്പത്തികമായിട്ട് പറ്റും. അവർ നമ്മുടെ എന്നെ സെക്രട്ടറിയാക്കി. 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. പിന്നെ 18-19 പേരുള്ള ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റി ബേബി അതിനെ കൺവീനറായിട്ട് വന്നു. ഞാനങ്ങനെ പറയാൻ പ്രവർത്തിച്ചല്ലോ, അവിടെയും പ്രവർത്തിച്ചല്ലോ. ഇവിടെ പ്രവർത്തിക്കാത്തത് എല്ലാം പ്രവർത്തിച്ചു. അവസാനം വയനാട് ജില്ലാ സമ്മേളനത്തിൽ എന്നെ തന്നെ VS-ഉം പിണറായിയും കൂടെ വന്നിട്ട് സെക്രട്ടറിയാക്കി.
അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നപ്പോൾ പറഞ്ഞു സുധാകരൻ ഗവൺമെൻറ്റിലേക്ക് വന്നേക്കാൻ. ആ സ്ഥാനം വേറെ ആളെ ഏൽപ്പിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ ചോദിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പത്രികയാണ് എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. അപ്പോൾ പാർട്ടി തീരുമാനങ്ങളെ അപഹസിക്കുകയാണ് പലതവണ മന്ത്രിയായില്ലെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ആയ എല്ലാവരെയും അപഹസിക്കുകയാണ്. EMS ഒക്കെ ജീവിച്ചിരിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. അദ്ദേഹത്തോട് ഇവർ ചോദിച്ചില്ല. AKG മരണം വരെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. 52 മുതൽ അല്ല 77 വരെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവില്ല ആണ്. അതിൽ AKGയാണ് വേണ്ടത്. ആരൊക്കെ ചോദിച്ചു അദ്ദേഹത്തോട്? ഇന്നത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചോദിക്കുന്നത് ആർക്കറിയാം. ഇതാണ് രീതി. ഇതെല്ലാം ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ്. ഇനി ഏതാണ്ട് പാർലമെന്ററി മാർഗത്തിന് ഇന്ന് പ്രാധാന്യമുണ്ട്. കാരണം മുതലാളിത്ത രാജ്യത്ത് ഭരണകൂടത്തിനിടയിൽ കിട്ടുന്ന ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതാണ് പാർലമെന്റിൽ. അത് പ്രാധാന്യമുണ്ട്. അവിടെ ഓരോ പഞ്ചായത്ത് മെമ്പറും ഓരോ അസംബ്ലി സീറ്റും ഓരോ പാർലമെന്റ് പ്രധാനമാണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ്. അന്തിമമായ ലക്ഷ്യമല്ലാതെ സോഷ്യലിസ്റ്റ് ഡെമോക്രസി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രാഥമിക ഡെമോക്രസി ഇതാണ്. പാർലമെന്ററി ഡെമോക്രസി, പീപ്പിൾസ് ഡെമോക്രസി, സോഷ്യലിസ്റ്റ് ഡെമോക്രസി. അതിൻ്റെ ഹയസ്റ്റ് എവറസ്റ്റ് കൊടുകൂടിയാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. ഇവിടെ പാർലമെന്റ് ഡെമോക്രസിയാണ് ഏറ്റവും താഴെ നിൽക്കുക. ആ സീറ്റെല്ലാം പ്രധാനമാണ്. അതിന് സ്ഥാനാർത്ഥികളുടെ നന്മ, അവരുടെ പോപ്പുലാരിറ്റി, എല്ലാവരും ആത്മാർത്ഥത, ഒത്തിരി ഘടകങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അനുജൻ രക്തസാക്ഷി ഭുവനേശ്വരനെ കൊല ചെയ്ത കോൺഗ്രസ്സുകാരുടെ കൂടെ ചേരുകയല്ലേ, വ്യാപകമായിട്ട് ചേരുകയല്ലേ, കോൺഗ്രസിലോട്ട് പോവല്ലേ, രക്തസാക്ഷിയെ നീതി കാണിക്കാതാണ് എല്ലാവരും ഇപ്പോൾ ഈ സെറ്റെല്ലാം നടന്ന് പറയുന്നത്. ഇവർക്ക് എന്താ അർഹതയാണ് ഭുവനേശ്വരനെ പറ്റി? ഇവർക്കറിയാമോ ഭുവനേശ്വരൻ ആരാണ്? ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വിഷമമല്ല ഇവർക്കറിയും. 18 വയസ്സുള്ള BA ഇക്കണോമിക്സ് 2ാം വർഷം പത്തനം കോളേജിൽ പഠിക്കുന്ന അവൻ SFI യൂണിറ്റ് സെക്രട്ടറി. 3500 കുട്ടികളുള്ള ഏറ്റവും വലിയ 1ാം ഗ്രേഡ് കോളേജുള്ളതാണ് ഇവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി. പാർട്ടി മെമ്പറുമാണ് അമേരിക്കയിൽ, നമ്മുടെ നാട്ടിലെ അമേരിക്കത്താലും. അവൻ രാവിലെ ഫസ്റ്റ് അവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ SFIയുടെ 2-3 പ്രവർത്തകർ എന്ന് പറഞ്ഞു, പാതകം ഭുവനേശ്വര നമ്മുടെ സഖാക്കളെ തല്ലുന്നു വാന്ന് പറഞ്ഞു. ഉടനെ എഴുന്നേറ്റപ്പോൾ അത്യാവശ്യം പറഞ്ഞു പോകണ്ടായിപ്പോൾ. പക്ഷേ യൂണിറ്റ് സെക്രട്ടറി അല്ലേ, അവൻ പോയി പടി കയറി മേളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമാണ്. അതിന് മുമ്പിൽ കുറേ സ്ഥലമൊക്കെ. അവിടെ സൈക്കിളിൽ ചെടിയും ഇരുമ്പോടിയായിട്ട് കുറേ പേര് നിൽക്കുക. കേസുകാർ മാത്രമല്ല, പന്തളത്തെ നായപ്രമാണിമാരുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്, DSU, ഇന്നത്തെ NDPയുടെ വിദ്യാർത്ഥി സംഘടന. അവരാണ് മുമ്പിൽ, മറ്റൊരു പുറകിലാണ്. ചന്തപ്പം തന്നെ സൈക്കിൾ ചെയ്ത് കണ്ണും വിട്ടിട്ട് അത് കണ്ണ് കാണത്തില്ല. അത് 2 കണ്ടും പൊത്തി കൈകുത്തി കരഞ്ഞോണ്ട് നേരെ ഇത് പ്രിൻസിപ്പലിൻ്റെ മുറിയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കിടക്കാതെ കോളേജിൻ്റെ അവൻ്റെ വീണ് അങ്ങ് പോയി അങ്ങേയറ്റം ചെന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ മാതാപാനി അധ്യാപകരുടെ മുറി സ്റ്റാഫ് റൂം. അവിടെ പോയി ഒരു കസേരയിലിരുന്ന് മേശപ്പുറത്ത് തല കുരിച്ച് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസുകാർ ഓടിച്ച കുറേ SFI പ്രവർത്തകർ ഓടുകയും കുടിക്കാൻ തോന്നുന്നത്. അവരവനെയൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ ജനലിൽ തുറന്ന് പൈപ്പ് വഴി അവരവിടെ പാട്ടിൽ പോയി. അവരോടെ അവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നു. കാലെ പിടിച്ചൊരു 10-30 അവിടെ നിലത്ത് കുത്തി തലച്ചോറ് തകർന്നു. അവിടെ കണ്ട് കളഞ്ഞിട്ട് പോയി, ചവിട്ടി തോക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ശബ്ദവും പോയി, എല്ലാം പോയി, ശ്വാസം മാത്രം. ഇതെന്തോ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും എടുത്ത് അടുത്ത് കുളനട ഹോസ്പിറ്റലാണ് കൊണ്ടുപോയി. തലച്ചോറ് തകർന്നു പോയി. കോഴിമുട്ട നമ്മൾ കൈവച്ച് പൊട്ടിച്ചാൽ കയറി ഇരിക്കുക, അതുപോലെ ആയിപ്പോയി. അപ്പോൾ എസ്കോ എന്നൊക്കെ ഒരു MLA അറിഞ്ഞു. അദ്ദേഹം കുളനട വന്നെടുത്ത് അവർക്കും അറിയത്തില്ല എന്താ സംഭവം. മാവേലിക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചു. അത് പറഞ്ഞ് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാനപ്പം DC ഓഫീസിലാണ്. വളരെ SM കോളേജിൽ ഞാനും സുശീലാബാലും കൂടി ഒരു യൂണിയൻ്റെ കോളേജ് യൂണിയൻ്റെ ഒരു ഫംഗ്ഷൻ വൈകുന്നേരം സംസാരിച്ചിട്ട് രാത്രിയിലാണ് മടങ്ങി വന്നത്. സുശീല ഞാൻ കാറിൽ അവിടെ കൊണ്ടുവിട്ടു ബോംബെയിൽ. എന്നിട്ട് ഞാൻ DC ഓഫീസിലാണ് കിടക്കുന്നത്. ഒരു 10-11 മണിയായപ്പോൾ എന്നെ വിളിച്ചു. അവിടെ പന്തളം കോളേജിൽ കോഴിക്കോട്ടായിട്ടുണ്ട്. ഭുവനേശ്വരൻ ഒന്ന് പരിക്കൊണ്ടതാണ്. ഞാനവിടെ തന്നെ ഇറങ്ങി.
ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത്. 10 പൈസ കയ്യിലില്ല. അവിടുന്ന് വണ്ടിക്കൂലിക്ക് പൈസ പോയിച്ച് നേരെ നായംകുളം ചെന്ന് ട്രാൻസ്പോർട്ട് വീട്ടിൽ ചെന്നു. ഞാൻ അവിടെ നിന്നും പറഞ്ഞില്ല, അവരറിഞ്ഞിട്ടുമില്ല. അവിടുന്ന് ഞാൻ വീട്ടിൽ നടന്ന കരിമുളക്കൽ വന്ന് ബസ് കയറിപ്പോയി ബാബിലിക്കലേക്ക്. അപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി ആലപ്പുഴയിൽ. ഞാൻ ആലപ്പുഴ ബസ് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ ബോധമില്ല, അനക്കമില്ല, ശ്വാസം മാത്രം. ഡിസംബർ 2, 1977. അന്ന് മരിച്ച ഡിസംബർ 7-ാം തീയതി 5 ദിവസം കിടന്നു. ഉച്ചയ്ക്ക് 12 മണി വരെ ഞാൻ രാവിലെ അവിടെ ഉണ്ട്. വേറെ ആരുമില്ല. ഈ പറയുന്ന ഒരാളെ അവിടെ കണ്ടില്ല. മരിച്ചു 12 മണിക്ക് ശ്വാസവും. പിന്നെ മറ്റേ ശവസംസ്കാരം 12 വലിയ ആൾക്കൂട്ടമൊക്കെ വരെ. എന്നൊരു പാർട്ടി പറഞ്ഞു, കരിമുളക്കൽ കശുവണ്ടി ഫാക്ടറി തൊഴിലാളി യൂണിയൻ്റെ സ്ഥലമുണ്ട്, അവിടെ സംസ്കരിക്കണം. ഞാൻ അച്ഛനും അമ്മയോടും പറഞ്ഞു, അവർ സംബന്ധിച്ചു ഞങ്ങളുടെ പാർട്ടിക്ക് വിട്ടുകൊടുത്തു പോയി. അതാണ് കരിമുളക്കലെ നമ്മുടെ അവിടാണ് നടക്കില്ല. എന്നിട്ട് കേസ് വന്നു. 33 പ്രതികളുണ്ട്, അല്ല 33 സാക്ഷികളുണ്ട്. ആ സാക്ഷികളെ എല്ലാം ബാബിലിക്കര ടൗൺ ഹാളിൽ താമസിപ്പിച്ച് ഭക്ഷണവും വായിച്ചു കൊടുത്ത് ആ കേസ് നടത്തി. ഒരു പൈസ ആരും തന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവിടെ വലിയ ആഞ്ഞലി നിൽപ്പുണ്ടായിരുന്നു. ആഞ്ഞലി വെട്ടിവിറ്റാണ് കേസ് നടത്തി. ഒരു പൈസ ആരും തന്നില്ല. ഒരു പരാതി പറയാനും പോയില്ലല്ലോ. ഞങ്ങൾക്കൊന്നും ഒരു പരാതിയല്ല. ഒരു ഫണ്ടും വിരിച്ചില്ല. അന്ന് കഷ്ടപ്പാടുള്ള കാലമാണ്. ഞാനൊരു പണിക്ക് ജോലിക്ക് പോകുന്നില്ല. ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഭുവനേശ്വരൻ്റെ ചരിത്രം. ഇത് അറിയാൻ പാടില്ലാത്തവർ ഭുവനേശ്വരനെ സംസാരിക്കുക. എന്തറിഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത്? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും CPMും CPI ഒറ്റ മുന്നണിയല്ലേ? അല്ലേന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ. ബംഗാളിൽ കോൺഗ്രസും CPI കൂടെ ഐക്യമുന്നണിയായിരുന്നില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ. 300 സീറ്റിൽ നമുക്കൊന്നും കിട്ടിയില്ല. കോൺഗ്രസിൽ 2. ഇപ്പോഴും ഐക്യമുന്നണിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ഘടകകക്ഷികളല്ലേ, കോൺഗ്രസ് അല്ലേ നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം അറിയാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെ കണ്ട് SFI പ്രവർത്തിച്ച് എന്നിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കുക ചെയ്ത അനിയനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. മരണം ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്നു. അവസാനം കേസ് നടത്തി. കേസ് തോറ്റു. കാരണം ജഡ്ജി പറഞ്ഞു, പോലീസാണ് 1-ാം പ്രതി, ഈ കേസ് നശിപ്പിച്ചോളാം. ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ആരും സഹായിക്കാനില്ല. പൈസ കിട്ടെ. അപ്പീലൊന്നും പോയില്ല. ഗവൺമെൻറ് ഇടതുപക്ഷം ഭരിക്കുന്ന കാലം. ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണൻ. അപ്പീലൊന്നും പോയില്ല. പക്ഷേ കേസ് എത്ര മോശം വാദിക്കാൻ BSNോട് പറഞ്ഞിട്ട് MM ചെറിയാനെ പോയി കണ്ടത്. അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിൻ്റെ മകനായിക്കോളെ അശോകൻ. അദ്ദേഹം അവിടുന്ന് ഹൈക്കോടതിയോട് പെറ്റീഷൻ കൊടുത്ത് SNDPയുടെ താലൂക്ക് പ്രസിഡന്റും വക്കീലുമായി കൃഷ്ണൻ സാറിനെ നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വാദിച്ചു. പൈസ ഒന്നും വാങ്ങിയില്ല. പക്ഷെ കേസ് നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഭുവനേശ്വരൻ്റെ ചരിത്രം. ആർക്കറിയായത്? ഭുവനേശ്വരൻ്റെ പേര് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് പൈസ പിരിച്ചിട്ട്. കായംകുളം കോപ്പറേറ്റീവ് ബാങ്കിലാണ് പണം വിട്ടിരുന്നത്. ഇക്കണോമിക്സിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ മാർക്ക് BAക്ക് കിട്ടുന്നവരാണ്. അത് കൊടുത്തോണ്ട് ഇപ്പോൾ SFIക്കാരത് മറന്നു പോയി, കൊടുക്കുന്നുമില്ല. പൈസ കിടപ്പുണ്ട്, അവർ മറന്നുപോയി. അവർക്ക് ഓർമ്മയില്ല ഇപ്പോഴത്തെ SFIക്കാർ. ഒരു SFI നേതാവ് ഇപ്പോഴും സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പന്തളത്തൊരു പട്ടി ചത്താൽ രക്തസാക്ഷിയാകുമ്പോൾ എന്ന് കൂട്ടുകാരുമായിട്ടിരുന്ന് പാടിയിട്ടുണ്ട്. പാടുന്ന നല്ല കണ്ടീഷനിലല്ല. പന്തളത്തൊരു പട്ടി ചത്താൽ അതൊക്കെയാണ് ഇപ്പോൾ ഭുവനേശ്വരൻ്റെ പേര് സംസാരം. അത് നിർത്തുന്നതാണ്. അതൊക്കെ നിർത്തുന്നതാണത്. ഭുവനേശ്വരനെ രക്തസാക്ഷി ഞങ്ങൾ അഭിമാനമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പാരമ്പര്യമാണ്. എൻ്റെ പിന്നാലെയാണ് അവൻ വന്നത്. കത്തയക്കുമായിരുന്നു. മാനിഫെസ്റ്റോ അയച്ചു, മറ്റേത് അയച്ചിട്ടുള്ളതൊക്കെ പറഞ്ഞു. കത്തയക്കുമായിരുന്നു കാർഡ്. അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി. പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു.
ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. ഇതാണ് എനിക്ക് പറയാൻ. അല്പം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പോയിന്റ് പറയുന്നു. പിന്നെ ഇവിടുത്താണ്. അറിയില്ല, അതൊന്നും അറിയില്ല. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെയും സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം എന്നെ ഒന്നും ഉദിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അല്ല, പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ വന്ന് എനിക്ക് അതൊന്നും തന്നില്ലല്ലോ. ഞങ്ങളുടെ എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല. അല്ല, വിജയിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്, അത്രയല്ലേ പറയാൻ പറ്റും. അല്ല, അതാണ് ഇപ്പൊ പറയാനൊക്കില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പലതരം പിന്തുണയുണ്ടല്ലോ. എനിക്കറിയില്ല, എന്നോട് ആരും സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. പറഞ്ഞോ, ഒരെങ്കിലും വേണ്ടി ഞാൻ വെച്ചിട്ടില്ല ആരുമായിട്ടും. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ, വോട്ട് പിടിച്ച് ജയിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി വീഡിയോ സംഭാഷണം, അതായത് ഒരാൾക്ക് VS-ന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം അതാണ് ചോദ്യം. അതെ, ബാക്കിയുള്ളവരുടെ സന്യസിക്കാനാണ് മത്സരിക്കുന്നത്, അധികാരത്തിലല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാൻ. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോകണോ എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ അതെ, VS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനെന്തോ പറഞ്ഞെന്നല്ലേ നിങ്ങൾ? ഞാൻ ആ വീഡിയോ കണ്ടില്ല, കാണാത്ത വീഡിയോ പറ്റി ഞാനങ്ങനെ പറയാം. കൃത്രിമ വീഡിയോ ആയിക്കൂടെ? ഇല്ലേ ഇപ്പോൾ ഈ പഴയതൊക്കെ എന്തിനാ പൊക്കി എടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കരുത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ എന്നോട്. നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ. ഞാൻ മത്സരിക്കുന്നതിന് പേടിക്കേണ്ട കാര്യം. ഞാൻ കേട്ടോ, വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ എല്ലാം ഒന്നുമില്ല. ചുവര് പോലും ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിന് വിപരീതമായി ചുവര് എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും ജീവസുധാരനെ വിജയിപ്പിക്കാൻ എഴുതുകയാണ്, എനിക്ക് അഭിപ്രായ ചർച്ചയില്ല, അതിനില്ല. ഇങ്ങനെയുള്ള അതെ, മത്സരിക്കാൻ ഇവരാരും എൻ്റെ സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് എഴുതി തന്നിട്ടുമില്ല. അതാ പറഞ്ഞത്. ഞാൻ ഇതുവരെ മത്സരിച്ച എന്താ ആശയമായിരുന്നു അത് തന്നെ. ഇത്രയും കാലം ഞാൻ എങ്ങനെ മത്സരിച്ചു അങ്ങനെ തന്നെ. പിന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റി ഞാൻ സംസാരിക്കും. എല്ലാ പാർട്ടിയിലും ഉണ്ട്, അത് വളരാൻ പാടില്ല. ഒന്നും അറിയില്ല. സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെ, ഞാന് അഴിമതിക്കെതിരെ, എല്ലാത്തരം അഴിമതിക്കെതിരെയും എന്റെ പ്രധാന ക്യാമ്പയിൻ ആണ്. അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല. പറയാം, കൊടിയേരി ബാലകൃഷ്ണൻ ഇല്ല. കൊടിയേരി ബാലകൃഷ്ണൻ എല്ലാത്തിൻ്റെയും അവസാനം ഒറ്റമൂലിയാണ് എൻ്റെ അനുഭവത്തിൽ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു നല്ല സഖാവായിരുന്നു. അദ്ദേഹം അവിടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കും, ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ MA പാസ്സായി പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് മാഹി ജവഹർലാൽ നെഹ്റു കോളേജിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് യൂണിറ്റ് ഉൾക്കാണ് ഞാൻ പോണത്. ഇന്നിപ്പോൾ കൂടുതലായിട്ട് കഴിയില്ല. കൊടിയേരി ബാലകൃഷ്ണൻ ഒന്നും ഇവിടെ പ്രശ്നമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ
ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. ഇല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞിട്ടില്ല. എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാമായിരുന്നു. ഒരു പരാതി പോലും 63 ഇയേഴ്സിനുള്ളിൽ ഒരു പാർട്ടി കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഞാൻ പരാതി കൊടുത്തിട്ടില്ല. സംഘടനാ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി പോലും അവർക്കറിയാമല്ലോ. താങ്കളെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ 5 വർഷക്കാലം അതെ മാഡം, ഇതെല്ലാം അവർക്കറിയാം. നേതൃത്വത്തിന് അറിയാമെന്നാണ്. എല്ലാം നേതൃത്വത്തിന് ഇത്രയും കാലം അറിയാമായിരുന്നു എന്നാണ്. അറിയാതെ പിന്നെ അങ്ങനെ അവരറിയാതിരിക്കുന്നത് എങ്ങനെ? അവരിവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്പന്ദനങ്ങളും അറിയുന്ന ആളുകളല്ലേ. ബോധമുള്ളപ്പോഴാണോ അവഗണിച്ചത് എനിക്കറിയില്ല. എന്തായാലും അതൊന്നും അറിയില്ല. ഞാൻ ഇടപെടണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. അതാണ് മനസ്സിലായി. ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞില്ലേ. ഭുവനേശ്വറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകാരികമായി സംസാരിച്ചു. ഈ കോൺഗ്രസ് തന്നെയാണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്നുണ്ട്? ശരി, അന്നത്തെ കുറെ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ. പക്ഷേ LSSന്റെ ആ പ്രദേശത്തെ കുറെ നായർ പ്രമാണിമാരുടെ മക്കളാണ് മുമ്പന്തേലും ഉണ്ടായിരുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. മനസ്സിലായോ? അവരാരും ഒരു പ്രസ്ഥാനത്തിന് രൂപയില്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ 1400 പേരെയാണ് കൊന്നത്. CPM-ൻ്റെ 1400 അർത്ഥ ഫാസിസ്റ്റ് ഭീകരവാഴ്ച ഞങ്ങൾ വിളിച്ചത് സിദ്ധാർത്ഥ ശങ്കരയുടെ കാലത്ത്. CPM കോൺഗ്രസും കൊണ്ട് ഐക്യമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിലവിടെ മമതയെ നേരിടാൻ. നമുക്കൊന്നും കിട്ടിയില്ല, അവർക്ക് 2 സീറ്റ്. ഇത്തവണ ഐക്യമാണ്, ത്രിപുരയിൽ ഐക്യമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. കാലം മാറി. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നില്ല. എന്നർത്ഥമല്ല, എന്നല്ല. അവിടെ കോൺഗ്രസും CPM തമ്മിൽ ഐക്യത്തിലാണെന്ന് ഞാൻ പറയുകയാണ്. ഇല്ല, കോൺഗ്രസ് സപ്പോർട്ടൊന്നും എനിക്ക് എഴുതി തന്നിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യം ഇപ്പൊ എനിക്ക് പറയേണ്ട കാര്യമല്ല. സപ്പോർട്ട് പറയട്ടെ. സർക്കാരിനെ വിമർശിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചാരണത്തിൽ അപ്പൊ സാർ ഇപ്പോൾ മത്സരിക്കുന്നത് തീർത്തും ഒരു വ്യക്തിപരമായ കാരണങ്ങളാലാണ് എന്നുള്ള ഒരു വിമർശനം വന്നാൽ എന്തായിരിക്കും സാറിന്റെ അഭിപ്രായം? സാറ് പറഞ്ഞു പാർട്ടിയെ വിമർശിക്കില്ല. അങ്ങനെ വിമർശനം വേണ്ട കാര്യം അതാണ് ഞാൻ വിശദീകരിച്ചത്. ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞ? മണി നമ്മുടെ ഇടുക്കിയിലെ ഷൂ. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേർക്ക് എന്തിൻ്റെ സുഖേടാ? ഈ ആലപ്പുഴയിലെ ഒരു കാര്യത്തിൽ അവിടെ ഇരുന്ന് വർത്താനം പറയട്ടെ. എന്ത് കാര്യത്തില് ഇവരെന്തിനാ ഞാൻ അഭിപ്രായം പറയുന്നത്? ഇവരെ ആര് ചുമതലപ്പെടുത്തി? ഇതിന് മറുപടി പറ. മണി ഒരു സീനിയറായ നേതാവ്, ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭ പേരിടുന്നു അല്ലേ? മണി എന്തിനാ അതിനകത്ത് അവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത്? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇത്തരം അഭിപ്രായങ്ങളെ പറ്റി മണി എല്ലാവരെ പറ്റി പറയുമല്ലോ. അങ്ങനെ മണി പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ജനത്തിന് സ്വാധീനം അപ്പം അത് വിട്ടാതിരിക്കുക. ഇപ്പം ഈ ലീഡർഷിപ്പിലുള്ള പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സാറാണ്. അങ്ങനെ ഒരു ആളിനോട് പലതവണ ആളുകൾ സംസാരിച്ചു, MLB അടക്കമുള്ള ആളുകൾ. ഇതൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ചോദ്യമല്ല, ഞാൻ പറഞ്ഞല്ലോ. ബേബിയായിട്ട് സംസാരിച്ചത് ഇന്നലെ സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അവരെല്ലാം വന്നു എല്ലാം ഞാൻ പറഞ്ഞില്ലേ. അവര് പറഞ്ഞതുകൊണ്ടല്ലല്ലോ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. അവരുടെ അനുവാദമായിട്ടുണ്ടല്ലോ. ആലപ്പുഴയിൽ പാർട്ടിക്ക് മെറിറ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാത്തെന്നുള്ള നിലപാടുണ്ടോ? ഞാൻ പുതുക്കാത്തതിന്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. CPM സീറ്റ് നൽകാത്തത് കൊണ്ടാണ് അങ്ങ് മത്സരിക്കുന്നത് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് CPM പറയണ അധികാര കൊതിയാണ് സുധാകരൻ എന്ന് പറയുന്നത്. ഞാനത് നേരത്തെ പറഞ്ഞല്ലേ. ബാക്കി എല്ലാവരും കാശിപ്പാൻ വേണ്ടിയാ മത്സരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നിന്നെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതിന് മറുപടി. എന്ന് തീരുമാനം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞെന്ന്. പാർട്ടി വിട്ടു, പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞെന്ന്. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ചതിക്കുകയല്ല.
മാറിക്കൊടുത്തു. പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുത്തു. പാർട്ടിയിൽ നിന്ന് മാറിക്കൊടുത്തു. ഞാൻ കാരണം അവർക്കൊരു തലവേദനയില്ല. എനിക്ക് BJP പിന്തുണയൊന്നും നൽകിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. കേട്ടല്ലോ, ഞാൻ അതിനെല്ലാം ടോട്ടലായിട്ട് പറഞ്ഞു. അന്നേരം മറുപടി പറയാം. അന്നേരം മറുപടി പറയാം. അവരോട് അതിന്റെ മറുപടി പറയാം. പാർട്ടിയെ മാറ്റേണ്ട കാര്യം എന്താ? പാർട്ടിയിൽ നിന്ന് പോയ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ CPM-ൽ നിന്ന് പോയ നിന്ന ശേഷം മാറിയ നേതാക്കൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും പിന്നീട് നല്ല അനുഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സമയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ആളുകൾ കൊണ്ടുപോകാൻ പേടിയുണ്ട്. നിങ്ങൾക്ക് പേടിയുണ്ടോ? അല്ല, എനിക്കെന്തെങ്കിലും സംഭവിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഉണ്ടോ? അത് ഞാനതല്ല സലാമിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആഗ്രഹം ഒരു 5-6 കോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി. എന്താ എനിക്കറിയില്ല, അത് അവരോട് ചോദിക്കേണ്ട കാര്യം. എന്നോട് അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. നേതാക്കന്മാർ ഒതുക്കപ്പെടുന്നു തോന്നുന്നുണ്ടോ? തോമസ് ഐസക് മത്സരരംഗത്തില്ല, G. സുധാകരൻ മത്സരരംഗത്തില്ല. ഇതൊക്കെ ഷുവർ സീറ്റുകളാണെങ്കിൽ പോലും എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു. ഇപ്പോൾ G. സുധാകരൻ ബ്രാഞ്ചിലേക്ക് പോലും തോമസ് ഐസക് സജീവമായുണ്ട്. അവരൊന്നും പരിഗണിക്കപ്പെടില്ല. അത്തരത്തിൽ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച പാർട്ടി മാറുന്നു, അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങൾ മാറുന്നു എന്നുള്ള ആക്ഷേപമുണ്ടോ? അല്ല, പത്രത്തിൽ ചോദിച്ചാലും ഉന്നയിക്കുന്നുണ്ട് ഈ അഭിപ്രായം. ഇതൊക്കെ അഭിപ്രായങ്ങളായി വരുന്നത്. പക്ഷേ ഐസക് കേന്ദ്ര കമ്മിറ്റി മെമ്പർ, സ്റ്റേറ്റ് സെക്രട്ടറി, അയാൾക്ക് അവിടെ പറയാമല്ലോ. എന്താ പറയാൻ? ഐസക്കിനവിടെ പറഞ്ഞൂടെ അഭിപ്രായം ഉണ്ടെങ്കിൽ? അപ്പൊ ഇവിടെ വെച്ച് നമ്മളങ്ങനെ മറുപടി പറയരുത്. ആര് കാണുന്നത്? ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞ അരുൺകുമാറാണ്. അല്ല, ഇവിടെ ഒരാൾ പറഞ്ഞ അരുൺകുമാറാണ്. അങ്ങനെതിരെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലെ എളമരം കരീമിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം അങ്ങ് ഉന്നയിക്കുന്നത്. അത് ബോധപൂർവം എളമരം കരീം വ്യക്തിപരമായി തന്നെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണോ വിശ്വസിക്കുന്നത്? ഒന്നും അതേപ്പറ്റി കൂടുതൽ പറയാറുള്ളത് അമ്പലപ്പുഴയിൽ പാർട്ടി ചിഹ്നമായിരിക്കും. അങ്ങയുടെ ചിഹ്നം എന്തായിരിക്കും? ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനെ പറ്റി അറിയില്ലേ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ലേ ചിഹ്നം വരുള്ളൂ. അവരല്ലേ ചിഹ്നം പറയുന്നത്. ആ ചിഹ്നത്തിൽ ആഗ്രഹിക്കുന്ന ചിഹ്നമൊന്നും അവിടെ വരില്ല. അവർ പറയുന്ന ചിഹ്നത്തിൽ ഒരെണ്ണം എടുക്കണം. സാർ പറഞ്ഞത് 3ാം പിണറായി സർക്കാർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സാറും പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോഴും പങ്കുവെക്കുന്നത് അതേ പ്രതീക്ഷ തന്നെയാണോ? പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആവുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിണറായി മുഖ്യമന്ത്രി ആവുന്നത് 3ാം പിണറായി സർക്കാരിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് അഭിപ്രായ വ്യത്യാസമില്ല. പിണറായി വിജയൻ അങ്ങനെ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? പിണറായി വിജയൻ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? അതായത് അത്രയും ആദരിക്കുന്ന നേതാവല്ലേ? അല്ല, ഇതൊക്കെ നിങ്ങളെ ആവശ്യമില്ലാതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാം ഓരോ ദീപം പട്ടും വെച്ച് ചോദിക്കുന്നതിന് മറുപടി. ഞാൻ പറഞ്ഞല്ലോ ഈഫും പട്ടും വെച്ചുള്ള ഒന്നും മറുപടി പറയാൻ പറ്റില്ല. അത് മതി. ആവശ്യം കൂടുതൽ നമ്മൾ സംസാരിച്ചു. ഒരു വിധപ്പെട്ട ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. ഇപ്പോ ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായി തോന്നിയിട്ടുണ്ട്? അദ്ദേഹത്തോട് ഞാനെന്തിനാ സൂചിപ്പിക്കുന്നത്? ഈ സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ചും പാർട്ടി അതിന് സജി ചെറിയാനോട് സൈബറിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം തന്നെ ഒരു സൈബറല്ലേ? അറിയത്തില്ല, പിന്നിലാണോ പുറകിലാണോ എന്നൊന്നും എനിക്കറിയില്ല. പ്രസ്ഥാനത്തെ എന്താണാവോ മോശപ്പെടുത്തിയത്? എന്താ മോശപ്പെടുത്തിയതെന്ന് പറ. എന്താ മോശപ്പെടുത്തിയത്?
സ്വാഭാവികമല്ല, മോശപ്പെടുത്തിയ ഉദാഹരണം പറ. ഞാൻ പാർട്ടിയെ അങ്ങയുടെ പാർട്ടിക്കെതിരെ ഔദ്യോഗിക ചിഹ്ന സ്ഥാനാർത്ഥി നിങ്ങൾ അതൊന്നുമല്ല, പാർട്ടിയെ മോശപ്പെടുത്തിയ ഉദാഹരണം പറയാം. അങ്ങയെ മോശപ്പെടുത്തി സംസാരിച്ചെന്നാണ് പറഞ്ഞത്. അല്ലല്ല സംസാരിച്ചു വന്നതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ പറഞ്ഞത് പാർട്ടിയെ മോശപ്പെടുത്തിയെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താന്ന് ചോദിച്ചു? മറ്റത് സ്വതന്ത്രനായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് പാർട്ടിയെ മോശപ്പെടുത്തുക അല്ലെങ്കിൽ പാർട്ടി പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാവുന്നു? സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാവുന്നു? ഞാൻ പാർട്ടി മെമ്പർ അല്ലല്ലോ. അത് ഇത്രയും നാളും പ്രവർത്തിച്ചത് ആരാണ്? ഔദാര്യമാണ്, എൻ്റെ സ്വന്തം ഇച്ഛാശക്തിയാണ്. അതെ, പാർട്ടി ആയതുകൊണ്ടാണല്ലോ മത്സരിച്ചത്. അതെ, പ്രസ്ഥാനത്തിന് നേരെ മത്സരിക്കുന്ന ആര് പറഞ്ഞു? പാർട്ടി ചിഹ്നമില്ല, പാർട്ടി മെമ്പർഷിപ്പ് ഇത് മാറിയുണ്ട്. അത് വോട്ടെണ്ണൊന്നും പറയാം. ഞാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വർഗീയതയുമായി യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് പറഞ്ഞു അഴിമതിയായിട്ട് വികസനം ഇനി അവശേഷിക്കുന്ന വികസനം കൂടി നടക്കുന്നതിനാണ്. ഇപ്പോൾ വികസനം പൂർത്തീകരിക്കുക, വർഗീയതയെ എതിർക്കുക, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം.